വീണ്ടും റമദാൻ കഴിഞ്ഞു. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു റമദാൻ കൂടി കഴിഞ്ഞിരിക്കും. നമ്മൾ റമദാൻ്റെ നല്ല ഇരിക്കയിലാണ്. ഒരു ഉച്ചിൽ കഴിഞ്ഞാൽ വൈദ്യന്മാർ നല്ല ഇരിക്ക വേണം എന്ന് പറയും. നല്ല ഇരിക്ക. നമ്മൾ റമദാൻ്റെ നല്ല ഇരിക്കയിലാണ്. റമദാൻ കഴിഞ്ഞു, ഇപ്പം നല്ല ഇരിക്കയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞാൽ നല്ല ഇരിക്കയും കഴിഞ്ഞു. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ നല്ല ഇരിക്ക. റമദാൻ കഴിഞ്ഞു, ഇപ്പം നമ്മൾ റമദാൻ്റെ നല്ല ഇരിക്കയിലാണ്. അത് ഒന്നുകൂടി കഴിഞ്ഞു. എത്രയോ റമദാൻ കഴിഞ്ഞു, എത്രയോ നല്ല ഇരിക്കകളും കഴിഞ്ഞു. എന്നാൽ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. എന്തുകൊണ്ട്? നമ്മൾ ഷഅബാനിലുള്ള നമ്മൾ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മൾ. നമുക്കൊരു കണക്ക് ക്ലിയർ ചെയ്തു. നമ്മളൊരു കണക്കിലേക്ക് കയറി. എന്ത്? ഈ കൊല്ലം 30 നോമ്പ് നോറ്റിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിനൊക്കെ 700 ഇരട്ടി കൂലിയാണ്. സുന്നത്തിന് ഫർദിൻ്റെ കൂലിയാണ്. അപ്പോൾ കണക്കുകളിൽ വ്യത്യാസം വന്നു. പണ്ടത്തെക്കാൾ കണക്ക് പിന്നെയും കൂടി. തറാവീഹ് നിസ്കരിച്ചു, കണക്കുകൾ കൂട്ടി. കണക്കൊന്നും കൂടി കണക്ക് കൂടി. ഒരു ദിവസം 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. അപ്പോൾ ഒരു ഫർദ്, സുന്നത്തിന് ഫർദിൻ്റെ കൂലിയാണ്. അപ്പോൾ 20 റക്അത്ത് ഫർദിൽ നിസ്കരിച്ച കൂലി ദിവസം കിട്ടി. അങ്ങനെയും കണക്ക് കൂട്ടി. അപ്പോൾ നമുക്ക് 600 റക്അത്ത് ഫർദ് എന്തിൽ മാത്രം കിട്ടി? ഒരു 20 കുറക്കണം. എന്തുകൊണ്ട്? അവസാനത്തെ 30 ഇല്ലാതെയായി. അതിൽ നമുക്കൊരു വേദനയുമുണ്ട്. ആ 30 ഫർദിൻ്റെ, ആ 20 ഫർദിൻ്റെ കൂലി നമുക്ക് തറാവീഹ് പോയപ്പോൾ പോയല്ലോ. എല്ലാ കണക്കുകൾ കൂടി, നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. എന്താണ് സംഭവിച്ചത്? നമ്മൾക്ക് നിലപാടിൽ വ്യത്യാസമുണ്ടായില്ല എന്നതാണ്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നിലപാട് വ്യത്യാസപ്പെടുത്തിയാൽ ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നിലപാട് വ്യത്യാസപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ മുഅ്മിൻ എന്ന ദറജയിലേക്ക് കയറുമായിരുന്നു. അതേ സമയത്ത് നമ്മൾ മുഅ്മിൻ എന്ന ദറജയിലേക്ക് തന്നെ കയറിയോ എന്ന് ഡൗട്ട്. നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ മുഅ്മിൻ എന്ന ദറജയിൽ എത്തിയിരുന്നു. അതാണല്ലോ ദറജ. അദ്ദറജത്തുൽ ഉലിയ, ഏറ്റവും വലിയ ദറജ ദറജത്തുൽ മുഅ്മിൻ. ദറജത്തുൽ സ്വായിം അല്ല, ദറജത്തുൽ മുസല്ലി അല്ല, ദറജത്തുൽ ഹാദ് അല്ല, ദറജത്തുൽ മുസക്കിയും അല്ല, ദറജത്തുൽ മുഅ്മിനാണ്. അത് കിട്ടിയെന്ന കാര്യത്തിൽ ഉറപ്പുമില്ല. ഇല്ല. എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട്? നിലപാട് വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഒരു റക്അത്ത് തറാവീഹ് നിസ്കരിക്കേണ്ടിയിരുന്നില്ല, വേണ്ടിയില്ല. ഇതൊക്കെ മൂഢന്മാരുടെ പണികളാണ്. പരക്കപ്പന്തീരായിരത്തിൽ നടക്കുന്ന മൂഢന്മാർ, അവരുടെ പണിയാണ് തറാവീഹിന് വേണ്ടി പായ എന്നുള്ളത്. ഇത് ഇത്ര വലിയ കാര്യമാണെങ്കിൽ റമദാൻ 2-ന് മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക് ഹിജ്റ 2-ന് നോമ്പ് ഫർദായിട്ടുണ്ടല്ലോ. എന്തേ തറാവീഹ് സംഘടിപ്പിച്ചുകൂടായിരുന്നു? ഒറ്റയും തെറ്റയുമായി അവിടെയും ഇവിടെയും ഔസാഅൻ മുതഫരിഖ, അവിടെയും ഇവിടെയും 1-2 ആൾ, ഒരാൾ, 2 ആൾ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ് തറാവീഹ്. ഇന്നത്തെ ഒരു ഭംഗിയുള്ള ഒരു വിധം നബിയുടെ കാലത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ഫി അയ്യാമി അബീ ബക്കറിൻ, അബൂബക്കറിൻ്റെ കാലത്തും ഇല്ല റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബാണ് ഇതൊരു കോലത്തിലാക്കിയത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിഞ്ഞുപോയ തറാവീഹാണ് ഏറ്റവും വലിയ കാര്യമെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അതൊന്നും ചെയ്തിട്ടില്ല. അത് തെറ്റാണെന്നല്ല, അത് ഏറ്റവും വലിയ ശരിയാണെന്ന് വിചാരിക്കുന്ന മൂഢന്മാരാണ് നമ്മൾ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നമ്മൾ നിലപാട് മാറ്റിയാൽ മുഅ്മിനായി. മുഅ്മിനീങ്ങളോടാണ് നോമ്പ് വിൽക്കാൻ പറഞ്ഞു, നമ്മൾ മുഅ്മിനാണോ? യാ അയ്യുഹല്ലദീന, നാട്ടുകാരെ, കുത്തിബ അലൈക്കുമുസ് സിയാം എന്നല്ല ആയത്ത്. യാ അയ്യുഹല്ലദീന, അങ്ങനെ മുഅ്മിനീങ്ങളെ. നമ്മളെ മുഅ്മിനീങ്ങളെ സ്ഥാനത്തിറക്കി ചെയ്തതാണത്. ബാധ്യതയല്ലേ, ചെയ്യാതിരിക്കണ്ട. പക്ഷെ മുഅ്മിനാണോ? അറിയില്ല. അറിയും, നീ തന്നെ അറിയും നിലപാട് മാറ്റാൻ. അപ്പം നമുക്ക് ഷഅബാൻ പോലത്തെ ഒരു ശവ്വാലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റമദാനിൽ ഒരു മാറ്റം ഉണ്ടായില്ല.
അതുണ്ടാകാനും പോണില്ല. 1000 റമളാൻ കിട്ടിയാലും നമ്മൾ നന്നാവില്ല. എന്തുകൊണ്ട്? അമലുകൾ നമ്മളെ ചതിച്ചു. അമൽ ചതിച്ചു. നമ്മൾ കമ്പ്യൂട്ടറിൽ കയറ്റാണ് കണക്ക്. ഒരു കൊല്ലത്തെ നോമ്പ്, അക്കൊല്ലത്തെ റമളാൻ, തറാവീഹ്. അപ്പോൾ നമ്മൾ കണക്ക് കമ്പ്യൂട്ടർ കയറ്റാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താ നമ്മൾ പ്രശ്നം? ഇതിനെപ്പോണ്ട് വ്യത്യാസമില്ല. ഇതൊന്നും വേണ്ട. ഇതിനാണിതൊക്കെ സുന്നത്തെന്നാൽ ചോദ്യമില്ല, ചോദ്യം തന്നെ ഇല്ല. ചെയ്താൽ കൂലി കിട്ടും, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. ഇതിനാണ് സുന്നത്ത് അറിയാം. ചെയ്താൽ കൂലി കിട്ടും, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. ഈമാനോ ഇല്ലെങ്കിലോ കഴിഞ്ഞ്. തറാവീഹ് ഇല്ലെങ്കിലും ഒരു ചുക്കും വരാനില്ല. തറാവീഹ് ഇല്ലെങ്കിലോ ഒരാൾ ഒരു തറാവീഹും നിസ്കരിച്ചില്ല, നല്ലതാണ്. നല്ലതാണ്. ഒരാൾക്കൊരു അണുമണി തൂക്കിയെങ്കിൽ ഈമാൻ ഉണ്ടാക്കിയില്ല, എന്നാ നഷ്ടം. കഴിഞ്ഞ് എന്നാ നഷ്ടം. നഷ്ടം 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 നഷ്ടം. ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിക്കണം. ഈമാനില്ലാതെ നിസ്കരിച്ചവരിൽ വന്ന ആയത്താണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കാത്തവരിൽ വന്ന ആയത്തല്ല. ഈമാനില്ലാതെ നിസ്കരിച്ചവരിൽ വന്ന ആയത്താണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. മനസ്സിലാക്കണം. ഈമാനില്ലാതെ നിസ്കരിച്ചു, അവരിൽ വന്ന ആയത്താണ്. ഈമാനുണ്ട് പക്ഷെ നിസ്കരിച്ചില്ല, അവരെ പറ്റിയുള്ള ആയത്തല്ലേ. അതാണ് ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഖുർആനിൽ അവസാനം നിസ്കാരത്തെ പറ്റി പറഞ്ഞത് ഈമാനില്ലാതെ നിസ്കരിക്കുന്നവരെ പറ്റിയാണ്. ഈമാൻ എന്താ? ഈമാൻ കായ മോയ ഒന്നുമല്ല. ഈമാൻ ഒരു നിലപാടാണ്. അവസ്ഥകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും മാറും മറിയും. അത് പഠിക്കണം. അവസ്ഥകൾ ഇങ്ങനെ മാറി മറിഞ്ഞും ഇരിക്കും. അത് പഠിക്കണം. ചിലപ്പോട്ട് ഒന്ന് അവസ്ഥകൾ എന്ത് വരും? അവസ്ഥകൾ ചിലപ്പോൾ മാറും, പക്ഷെ നിലപാടൊന്നാണ്. നിലപാടൊന്നാണ്. لست والله بالكسل غايتي نيل الطلب لا أبالي بالتعب أبتني البيت الحسن بنظام للسكن ولقوت أذهب لست يوما ألعب كل يوم أجمع لطعامي يشبع فإذا جاء المطر كان لي بيتي مقر سعي بالصغر ونظامي بالكبر إنني نعم المثل باجتهادي في العمل. ഉറുമ്പിൻ്റെ ആത്മകഥമാണ് ഈ ബൈത്ത്. ഇതൊരു ഉറുമ്പിൻ്റെ ആത്മകഥമാണ്. വേനലും വർഷവും ഉണ്ടാവും, പക്ഷേ എൻ്റെ നിലപാടിൽ മാറ്റമില്ല. എൻ്റെ നിലപാട് അധ്വാനമാണ്. ഞാൻ എന്നും അധ്വാനിക്കും. അധ്വാനം എന്നത് എൻ്റെ നിലപാടാണ്. അതിൽ വർഷവും ചിലപ്പോൾ വേനലൊക്കെ ഉണ്ടാവും, പക്ഷേ ഉബാലി ബിത്താബ്, അധ്വാനം എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ചൊരു ബൈത്താണത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ചതാണ്.
കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ ഞാൻ ഈ ബെയ്ത്ത് പഠിച്ചത് 1986 എൻ്റെ ഓർമ്മ. അതായത് ഉറുമ്പിൻ്റെ ആത്മകഥമാണ്. എന്താ ഉറുമ്പ് പറയുന്നത്? ലാ ഉബാലി ബിത്താബി, എനിക്ക് അധ്വാനം എനിക്കൊരു പ്രശ്നമല്ല, എൻ്റെ നിലപാട് അധ്വാനമാണ്. ഉറുമ്പുകൾ കിടന്നുറങ്ങണ ആരെയും കണ്ടിട്ടുണ്ടോ? ഉറുമ്പുകൾ കിടന്നുറങ്ങണ കണ്ട ആളുകൾക്ക് പ്രത്യേക അവാർഡ് കൊടുക്കും? ഒരിക്കലില്ല. അധ്വാനിച്ചുകൊണ്ടിരിക്കും. ഒരു പണിയെടുക്കാതെ ഉറുമ്പുണ്ടാവില്ല. അതവരുടെ നിലപാടാണ്. അതിൽ വേനല്ല, വർഷമില്ല. അതിന് വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ശിശിരവും ഉറുമ്പിനില്ല. ഉറുമ്പിൻ്റെ നിലപാട് അധ്വാനാണ്. ഞാൻ ഭക്ഷണത്തിന് വേണ്ടി പുറപ്പെട്ടു പോകും. ലസ്തുയോമൻ അൽഅബു, ഞാൻ ഒരു ദിവസവും കളിക്കുകയില്ല. ഒരു ദിവസം കളിക്കൂല. ഞങ്ങൾ ഈ ഓടുന്നതും ചാടുന്നതും നിങ്ങൾ കാണും. അത് ഞങ്ങളുടെ കളിയല്ല, അത് ഞങ്ങളുടെ വിനോദമല്ല, അത് ഞങ്ങളുടെ ഭക്ഷണത്തിനുള്ള അധ്വാനമാണ്. ഒരു ദിവസം ഞങ്ങൾ കളിക്കൂല. നിലപാടാണ് മാറേണ്ടത്. നിലപാടാണ്. നിലപാട് മാറിയില്ല, അതുകൊണ്ട് നമ്മൾ മുഅ്മിനാവൂല. മുമ്പ് നമ്മളോട് പറഞ്ഞല്ല, പിന്നെ നമ്മൾ തുഫൈലുകളായി നോറ്റതാണ്. നമ്മൾ മുഅ്മിനാണെങ്കിലല്ലേ നോമ്പറ്റോട് കൊണ്ടുപോകും. ഇപ്പോൾ ഒരു 10-11 മാസം ഉണ്ടാവുമല്ലോ നോമ്പിന് വേണ്ടി. അതുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത്. അപ്പോഴത്തെ നിങ്ങൾ മറക്കും. നമ്മളോട് പറഞ്ഞിട്ടില്ല നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഇത് 11 മാസം ഞാൻ പറയില്ല, പിന്നെ ഞങ്ങൾ മറക്കും. യായുല്ലദീന കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറയുമ്പോൾ നമ്മളോട് നോമ്പ് നിർബന്ധമായിട്ടുണ്ടാവും വിചാരിച്ചിട്ട് അടുത്ത കൊല്ലങ്ങളും ഞാൻ നോമ്പ് വിൽക്കും. നമ്മൾ മുഅ്മിനാണ്. ഈമാൻ ഒരു നിലപാടാണ്. നമുക്ക് നിലപാടില്ല. എന്താ നിലപാടുള്ളത്? ഈമാൻ ഒരു നിലപാടാണ്. ഈമാൻ നിസ്കാരമല്ല, ഈമാൻ ഒരു നിലപാടാണ്. നിസ്കാരം അമലാണ്, നോമ്പ് അമലാണ്, ഈമാൻ നിലപാടാണ്. നമുക്ക് നിലപാടുണ്ട്. നമുക്ക് എന്താ നിലപാട്? വളരെ നിലപാടുണ്ടെങ്കിൽ നമ്മൾ ഈ നോമ്പിന് നിലപാട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ, ഒരു നിലപാടുണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ, വീഡിയോ ഒഴിവാക്കി ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കൂല, ഇതൊരു നിലപാടിലെത്തി. ഒരു നോമ്പ് ലാഭമാണ്. ഒരു നോമ്പിൽ ലാഭമുണ്ടായി. എന്ത്? പുകവലിവർജിച്ചു. മുമ്പിനെ നിലപാടെടുത്തു. ഇല്ല, ഇനി ഞാൻ മൊബൈൽ നോക്കൂല, ഇനി ഞാൻ സോഷ്യൽ മീഡിയയിൽ മാന്തൂല. ഒരു നിലപാടാണ്. റമളാനിലല്ല, റമളാൻ ഫലാഫി വൈരി, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇനി മാന്തൂല. അപ്പം ഇതൊരു നിലപാടാണ്. ഓ, നിലപാടെടുത്തു. അവന് നോമ്പ് ലാഭമാണ്. ഞാൻ അള്ളാഹുവിന് പൊരുത്തല്ലാത്ത ഒന്നും ചെയ്യൂല. ഒരു നിലപാടെടുത്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുക്ക് പൊരുത്തല്ലാത്ത ഒന്നും ചെയ്യും. ലക്ഷ്യം അള്ളാഹിൻ്റെ പൊരുത്താണ്, നോമ്പല്ല. നോമ്പിൻ്റെ ലാഭം വത്തക്കയാണ്. നോമ്പിൻ്റെ ലാഭം വത്തക്കയാണ്. വത്തക്ക നോമ്പ് എന്ന് പറയാം നമ്മുടെ നോമ്പിനെ പറ്റി. വത്തക്ക നോമ്പ് നമ്മളെ പരിപാടി. എന്ത് നിലപാടാണ് നിനക്ക് നോമ്പുകൊണ്ടുണ്ടായത്? എന്ത് നിലപാടാണ് നിനക്ക് നോമ്പുകൊണ്ടുണ്ടായത്? സ്വർഗം കിട്ടില്ല. സ്വർഗം ഒന്നും ചെയ്യാത്ത അമുക്കിന് കിട്ടൂലട. ചങ്ങായി, അന്തല്ലാത്ത അമുക്ക്. ലം യഅമൽ ഹസനതൻ ഖത്തു, ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാത്തവനും അല്ലാഹു തആല സ്വർഗം കൊടുത്തേക്കാം. അങ്ങനെ തന്നെയല്ല അനക്കും ഹസ തന്നേക്കാം, ഓനും കൊടുത്തേക്കാം. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയും കഴിച്ച് നോമ്പോറ്റ സ്വർഗം കിട്ടാൻ. സ്വർഗം നല്ലോർക്ക് കൊടുക്കണതല്ല, നല്ലോർക്കും ചീത്തോർക്കും കൊടുക്കണതാണ് സ്വർഗം. അന്തല്ലാത്തവനെ. എന്നെപ്പറ്റി ആകെ പറയണ കുറ്റം മുന്നിലെത്തിയ ആളുകളെ ചീത്ത അറിയുന്നതാണ്. സൗകര്യമുള്ളവർ വന്നാൽ മതി, വാജിബില്ല. ഞാൻ ഇന്നെങ്കിലും നിങ്ങൾ കുറച്ച് ആൾ കുറേന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇന്നും നിങ്ങൾ വന്നു. അല്ല, അങ്ങനെ നല്ലിരിക്കണല്ലോ. അപ്പം നിങ്ങൾ ഇന്ന് വരില്ല എന്നാ ഞാൻ വിചാരിച്ചു. ഇന്നും നിങ്ങൾ വന്നു. തല കൊടുത്തിട്ട് ചിന്തിച്ചോ.
തല കൊടുക്കുക. സ്വർഗം പറയണായി പറയണ സൗകര്യണി പറഞ്ഞു, സ്വർഗം നല്ലോർക്കും ചീത്തോർക്കും കൊടുക്കണതാണ്. എന്ത് സ്വർഗം ചങ്ങായി? സ്വർഗം റബ്ബിൻ്റെ അത്വ ആണ്, അവൻ്റെ കൊടുതിയാണ്. നല്ലോർക്കും കൊടുക്കും ചീത്തോർക്കും കൊടുക്കും. അവൻ വിചാരിച്ചാൽ വിചാരിച്ചവർക്ക് കൊടുക്കും, നല്ലവർക്കും കൊടുക്കും ചീത്തവർക്കും കൊടുക്കും. ഇപ്പം ചെയ്യുന്ന നോമ്പോറ്റ് എൻ്റെ നോമ്പിൻ്റെ പേര് ബത്തക്ക നോമ്പ് എന്ന്. ബത്തക്ക തിന്നാനുള്ള ധാർമ്മികമായ അവകാശത്തിന് വേണ്ടി ചെക്കളിയാണ് എൻ്റെ നോമ്പ്. അങ്ങനെ സാധനം പ്ലേറ്റിലാക്കി സമൂഹത്തുറയിലൊക്കെ കണ്ടിട്ടില്ലേ? ബത്തക്ക മറ്റേ കുമ്പളം, എന്താ പറയുക, പൈനാപ്പിള്, അതൊക്കെ വെട്ടി ഇങ്ങനെ വെക്കുമ്പോൾ ആ ധൈര്യത്തിൽ അവകാശത്തിൽ അവിടെ പോയാണ്ട് ഇരുന്ന് ഒരവകാശം. 4 കെട്ടിലാണ് എൻ്റെ ഓർമ്മ. എം ടി വാസുദേവൻ നായർ 4 കെട്ടിൽ എന്നൊരു നോവലുണ്ട്. അപ്പോൾ അതിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ടൈലർ ഇങ്ങനെ മെഷീൻ ചവിട്ടിയിട്ട് കുപ്പായം അടിക്കണത് ഇങ്ങനെ കാണും. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ വേണ്ടി കുട്ടിക്ക് വലിയൊരു പൂതിയാണ്. അപ്പോൾ അവിടെ നിൽക്കണ്ടാൽ ടൈലർ ആട്ടും, പോയിട അവിടുന്ന്. അങ്ങനെയാണ് ഒരു ദിവസം അവൻ്റെ കുപ്പായം തുന്നാൻ വേണ്ടി അമ്മ ടൈലർ ഏൽപ്പിച്ചത്. അപ്പം അവിടെ ഇരുന്നു. എന്തുകൊണ്ട്? ഇന്നെനിക്ക് നോക്കിയിരിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നതുപോലെ നമുക്കിപ്പോൾ ബത്തക്കൻ്റെ ആ പ്ലേറ്റിൻ്റെ മുന്നിൽ നമ്മൾ ഇരുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. സ്വർഗം നോമ്പേർക്കല്ല കൊടുക്കുക, അള്ളാഹു വിചാരിച്ചവർക്ക് കൊടുക്കും. ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും, വിചാരിച്ചവർക്കും കൊടുക്കും. ഒക്കെ അള്ളാഹ് സ്വന്തമാണ്. എന്തിനെങ്ങായി സ്വർഗം കിട്ടുന്ന പോയിട്ട്? സ്വർഗം കിട്ടാൻ നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും പുറത്ത് പറയരുത്, സ്വകാര്യ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലാവേണ്ട പറഞ്ഞത് നിങ്ങൾ ചിത്തൊക്കെ സത്യമാണ് ഈ പറയണത്. ഇതെന്തിനാ നോമ്പോറ്റ്? റബ്ബിൻ്റെ പൊരുത്തത്തിനാണ്. അപ്പം ജയിച്ചു, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ജയിച്ചു. അതിൻ്റെ ലാഭത എന്താ നോമ്പിൻ്റെ യഥാർത്ഥ നോമ്പിൻ്റെ ലാഭം റബ്ബിൻ്റെ പൊരുത്താണ്. യഥാർത്ഥ നിസ്കാരത്തിൻ്റെ ലാഭം റബ്ബിൻ്റെ പൊരുത്താണ്. യഥാർത്ഥ സ്വതക്കയുടെ ലാഭം റബ്ബിൻ്റെ പൊരുത്തമാണ്. സ്വതക്കൊക്കെ പല ലാഭമുണ്ട്. ഞങ്ങൾ പള്ളിക്കലും ഒക്കെ എപ്പോഴും സ്വതക്ക കൊടുത്തു നോക്കാം. എന്നാൽ പള്ളിയിൽ എന്തെങ്കിലും പരിപാടി തുടങ്ങുകയാണെങ്കിൽ ഇജ് വരാൻ കാത്തുക്കും. അതാണ് എൻ്റെ ലാഭം. പ്രസിഡന്റ് വന്നിട്ടില്ലെങ്കിൽ വേണ്ടില്ല, ഇജ് വരാൻ കാത്തുക്കും. പള്ളിൻ്റെ ഒരു മൂത്തരപ്പരൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ ഏത് കാര്യത്തിലും പള്ളിക്ക് സ്വതക്ക കൊടുക്കുന്ന ആളാണെങ്കിൽ, ആഴ്ച ഗൾഫിലുള്ള ആഴ്ചയാണെങ്കിൽ തലേന്ന് സെക്രട്ടറി വിളിക്കും. അല്ല കുഞ്ഞോ അവിടെ ഉണ്ടോ? ആ ഉണ്ട്. രാവിലെ 8 മണിക്കാണ് മൂത്രം ഭാഗത്ത് നന്നാക്കണ തറക്കല്ലിടൽ. ആയിക്കോട്ടെ, അപ്പോൾ ഇജ് വരണം, ഞങ്ങളെല്ലാവരും ഇജ് വരാൻ കാത്തിരിക്കണം. ആയിക്കോട്ടെ. പ്രസിഡന്റ് വരാൻ നേരം വയ്ക്കാലും ഇജ് വന്നാൽ തറക്കല്ലിടും. എന്തുകൊണ്ട്? അതെൻ്റെ സദക്കൻ്റെ ലാഭമാണ്. അള്ളാഹ് സ്വീകരിച്ച സദക്കൻ്റെ ലാഭമല്ല, ഇജിപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലാഭമാണ്. അങ്ങനെ കൊടുക്കണോനായതുകൊണ്ടാണ് എന്നെ കാത്തിരുന്നത്. പ്രസിഡന്റിനെ കൊണ്ട് അങ്ങനത്തെ ഒരു ഉപകാരമല്ല. മൂപ്പർ അവിടെ ഉണ്ടാക്കിയ പഴംപൊരിയും ചായയും മുണങ്ങിപ്പോകുന്നല്ലാതെ 1 ഉറുപ്പ്യ മൂപ്പർ സ്വതക്ക കൊടുക്കൂല, ഇജ് കൊടുക്കൂ. അതുകൊണ്ട് ഒരു 25 ചാക്ക് സിമൻ്റ് എന്നെ കാത്തിരിക്കണോണ്ട് ഇജ് വന്നിട്ടേ തങ്ങൾ തറക്കല്ലിടാം. തങ്ങളെ പോലെ സമ്മതിക്കുള്ളൂ. തങ്ങൾക്ക് ധൃതിയാണെങ്കിലും കുഞ്ഞു വന്നിട്ടില്ല അറിയും, ഓൻ വന്നിട്ട് തറക്കിട്ടാൽ മതി. എന്തേ? അതെൻ്റെ സ്വതക്കൻ്റെ ലാഭമാണ്. എൻ്റെ കാട്ടിക്കൂട്ടുന്ന സ്വതക്കൻ്റെ ലാഭം, എൻ്റെ കാട്ടിക്കൂട്ടുന്ന നോമ്പൻ്റെ ലാഭം ബത്തക്ക, അതിൻ്റെ കാട്ടിക്കൂട്ടുന്ന നിസ്കാരത്തിൻ്റെ ലാഭമാണ് എനിക്ക് പെണ്ണിട്ടിയത്. 5 കജും കാലും മോവൊക്കെ ഒന്ന് കഴുകുമോ? ആ കഴുകും. ഓ എന്നാൽ പിന്നെ പെണ്ണ് കൊടുക്കുക. ഓ അപ്പോൾ നിസ്കരിച്ചിന് ലാഭം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊരയിലുള്ള ഓള കാരണമാണ്. ആ ഓള് എൻ്റെ നിസ്കാരത്തിൻ്റെ കാരണമാണ്. എനിക്ക് കിട്ടിയ ബത്തക്ക എൻ്റെ നോമ്പിൻ്റെ കാരണമാണ്. എന്നെ പ്രസിഡന്റും സെക്രട്ടറിയും കാത്തിരുന്നത് എൻ്റെ സദക്കൻ്റെ കാരണമാണ്. എന്നാൽ യഥാർത്ഥ നോമ്പിൻ്റെ ലാഭത്തൊന്നുമല്ല, അത് റബ്ബിൻ്റെ പൊരുത്ത. റബ്ബിൻ്റെ പൊരുത്തുണ്ടെങ്കിലോ അടിമുടി മാറും. ഈ കഴിഞ്ഞ നോമ്പിന് ഞാൻ സുന്നത്തിനൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഞാൻ ഈ നോമ്പിന് സുന്നത്തിനൊരു വ്യാഖ്യാനം പറഞ്ഞു. 2 സുന്നത്ത്: 1 അതിൻ്റെ ജഡം, 2 അതിൻ്റെ ആത്മാവ്. എന്താ ജഡം? തലയെക്കെട്ട്. സുന്നത്തിൻ്റെ ജഡമാണ് തലയെക്കെട്ട്. സുന്നത്തിൻ്റെ ജഡമാണ് തലമറക്കൽ. സുന്നത്തിൻ്റെ ജഡമാണ് താടിയൊക്കെ. എൻ്റെ ആത്മാവ് എന്താ? എൻ്റെ ആത്മാവ് നീ ഹബീബായ നബിയിൽ ലയിക്കൽ. അതാണത്. മനസ്സിലായില്ലേ? ചിന്തിക്കാം. സുന്നത്തിൻ്റെ ആത്മാവെന്താ? സുന്നത്തിൻ്റെ ആത്മാവ് നീ നബിയിൽ ലയിക്കൽ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ജഡവും ആത്മാവുണ്ടാവും. ആത്മാവെന്താ? നബിയിൽ ജനിലേക്ക്, പിന്നെ നബി നെന്നിൽ മുളക്കുക. ഇതാണ് സുന്നത്തിന് ആത്മാവ്. അപ്പം എനിക്ക് നഗല്ലെങ്കിലും വ്യാഴാഴ്ച വന്നാൽ മുറിക്കും. നഗല്ല എന്നാലും നെൽക്കോട്ടുകൊണ്ട് എങ്ങനെ കാട്ടും. കാരണം നബി കാട്ടിയത് കാട്ടല്ല, നിർവാഹമല്ല. നബി കാട്ടിയത് കാട്ടും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെയുണ്ട്. നബിയിൽ ലിച്ചു ഇങ്ങനെ തല ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെയാണ് മറിക്കും. എന്തിന്? തല പറയുമ്പോൾ എനിക്ക് മുടിയില്ല, എന്നാലും വേദനിക്കും. എനിക്ക് നബിയുടെ സുന്നത്തിനെ പൂർത്തിയാക്കി കിട്ടാൻ മാത്രം എനിക്ക് മുടി ഉണ്ടായില്ലല്ലോ, എന്നാലും ഇങ്ങനെ കാട്ടും. ഇങ്ങനെ കാട്ടണ്ടേ ഇല്ല. തല അടയുമ്പോൾ തല തടവിയിൽ ഇങ്ങനെ കാട്ടിയാൽ മതി. മുടിയുള്ളവന് ഇങ്ങനെയും കൂടിയും കാട്ടണം. എനിക്ക് മുടിയില്ലെങ്കിലും ഇങ്ങനെ കാട്ടും. നബിയുൽ മുസ്തഫ, എൻ്റെ നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്കെൻ്റെ നബിയാ. അപ്പം നിന്നിലൂടെ നബി മുളക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സുന്നത്തറിയാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പോൾ നീയോ അപ്പനെ കൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് താടി ഉണ്ടെങ്കിൽ ഈ ജനങ്ങളെ പറ്റിക്കും. നിന്നിൽ നബി ഉണ്ടെങ്കിൽ ഈ ജനങ്ങളെ പറ്റിക്കൂല. താടിയുണ്ട്, എൻ്റെ തലക്കെട്ടുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലെ ചെങ്ങായി ഗൾഫ് പോകുമ്പോൾ എന്നോട് പറഞ്ഞ് ഒന്നാൾ നോക്കണം കേട്ടോ, എൻ്റെ ഒരു 10-30 വയസ്സ് തികയാത്തൊരു പാവപ്പെട്ട ഒരു പെണ്ണും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ, നോക്കണം കേട്ടോ. എനിക്ക് നല്ല താടിയുണ്ട്, തലയെക്കെട്ടുണ്ടാക്കില്ല. അയാളങ്ങനെ പറഞ്ഞേ. ഇത് നല്ലോണം നോക്കി. അപ്പോൾ മൂപ്പര് വരണ്ടി വന്നില്ല ഓക്ക് പള്ളയിലുണ്ടാകാൻ. എൻ്റെ സുന്നത്തുകൊണ്ട് പുറത്ത് പറയണ്ട. സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി അടുത്ത ആഴ്ച. നിന്നിൽ നബി ഉണ്ടെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാലും ഈ ആ പെണ്ണിനെ മുഖത്ത് നോക്കൂല. നിന്നിൽ നബി ഉണ്ടെങ്കിൽ. അവർ 2 തരം സുന്നത്തുണ്ട്. താടി വെച്ചിട്ട് ബാപ്പാനെ തല്ലണ ആളെ എനിക്കറിയാം. താടിയോടുകൂടെ ടേണ കൊടുത്ത് ബാപ്പാക്ക് ആളെയാണ് കേട്ടിട്ടുണ്ട്. ബാപ്പവും പറഞ്ഞ കേട്ടില്ല, കൊടുത്തു. അപ്പോൾ എന്തുണ്ട് ഇങ്ങനെ മലക്കുകളുണ്ട് കുടുങ്ങാം. ഇപ്പം മരിച്ചാൽ ഇനിയിപ്പം എടുക്ക കൊണ്ടുണ്ട്. ഇവൻ്റെ താടി നോക്കുമ്പോൾ കൊണ്ടുപോണ്ടത് സ്വർഗത്ത്, ബാപ്പാനെ തച്ച് നോക്കുമ്പോൾ കൊണ്ടുപോണ്ടത്. മലക്കുകളുടെ കൺഫ്യൂഷൻ ആക്കുക. എന്താ നമ്മൾ കാട്ടുക? എന്നിട്ട് ഓരൊരു മുഷാവറ യോഗം കൂടുക. അപ്പോൾ എൻ്റെ പേരിൽ വെച്ചിട്ട് എന്താ നമ്മൾ കാട്ടുക? ഇപ്പം എൻ്റെ റിക്കാർഡ് നോക്കുമ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ സുന്നത്തുണ്ട്, എന്നാൽ ഇഷ്ടം പോലെ ബാപ്പാനെ തച്ചിട്ടുണ്ട്. എന്താ ഞാൻ കാട്ടുക? ഇഷ്ടം പോലെ അയൽവാസി പെണ്ണിനെ പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്താ ചെയ്യാം? മലക്കുകൾ തന്നെ ഇടങ്ങേറാക്കുക. എന്നിട്ട് അള്ളാൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വെച്ചിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ കുടുങ്ങിയാലോ? അന്തമാണടാ, അന്തം. അത് പാടച്ചോൻ തരണം. അന്തം. നിന്നിൽ മുഹമ്മദ് മുസ്തഫ, നീ മുഹമ്മദ് മുസ്തഫയിൽ ലയിച്ചിട്ട് നബി നിന്നിലൂടെ മുളച്ചു വരുന്നതിനാണ്. അതാണ് സുന്നത്ത്. തെറ്റ് ചെയ്യൂലേ? ചെയ്തൂടെ? മാഴ്സിൻ നബിയിൽ ലയിച്ചോനല്ലേ? ലയിച്ചു. എന്നിട്ട് തെറ്റിയതിലെ ചെയ്തു. പക്ഷേ പിന്നീട് വീണു. ഇജുകൂല. പിന്നെ വീണു. വിചരിച്ച മനുഷ്യനെ പോലീസ് പിടിച്ചില്ല. ഒന്നോട് പറഞ്ഞു, ഞാൻ വിചരിച്ചിട്ടുണ്ട്. നബിയെ ഇനിയിപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് ക്ലാസ് എടുക്കല്ല, എൻ്റെ കരുത്ത് തീരുമാനം ഉണ്ടാക്കി. ഞാൻ വിചരിച്ചു വരിക. നബി എനിക്കെന്താ പിരാണ്ടോ? പിരാണ്ടില്ല, ഞാൻ വിചരിച്ചു വരികയാണ്.
ഫഖാമ വാഹിദുൻ, അപ്പോൾ ഒരാൾ എണീച്ചു, ആ സദസ്സ് എണീറ്റിട്ട് തഖറബ ഇലൈഹി, മാഇസിന്റെ വായൻ്റെ അടുത്ത് മൂക്ക് വെച്ചു. അൽ ഹുവ ശാരിബുൽ ഖംരി, കള്ളു കുടിച്ചു വരികയാണെന്നറിയാം. ഒരാൾ സദസ്സിൽ വന്ന് പറയാം, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഫർജിംനി, ഇപ്പോൾ എന്നെ എറിഞ്ഞൊല്ലണം, എന്നിട്ട് മതി ഇനി അടുത്ത ക്ലാസ്. പിന്നെയും ആൾ പറഞ്ഞുകൊണ്ടേ. ഒരാൾ എണീറ്റ് വന്ന് നോക്കി, അയാൾ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. മാഇസ് കള്ളൊന്നും കുടിച്ചിട്ടില്ല. പിന്നെ നബി അന്വേഷിച്ചു, പറഞ്ഞത് ശരിയാ, എറിഞ്ഞു വന്നു, എറിഞ്ഞിട്ടു. ഇന്നിപ്പോ നമ്മൾ വാദിക്കുക എറിഞ്ഞു കൊല്ലുക എന്നൊരു ക്രൂരതയാണ്. ഈ വ്യക്തി തന്നെ ഒന്ന് പറഞ്ഞു എന്നെ എറിഞ്ഞു കൊല്ലണം. എറിയുന്ന കൂട്ടത്തിൽ ഒരാൾ ചെരുപ്പെടുത്തെറിഞ്ഞു. യാ ഖബീസൽ മദീന, മദീന വൃത്തികേടാക്കിയോനെ, വ്യഭിചരിച്ചോനെ. അപ്പോൾ ഒരാൾ നബിയിൽ, ആ സദസ്സിൽ നിന്ന്, ആ എറിഞ്ഞു കൊല്ലുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാൾ നബിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മാഇസിനെ ചെരുപ്പുകൊണ്ട് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ആ ആളുകളെ വിളിക്കാൻ കൽപ്പിച്ചു. അവർ നബിയുടെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ മാഇസിനെ അറിയൂ. എൻ്റെ മഅ്സ് ചെയ്ത തൗബ മദീനയിലേക്ക് ഇറക്കി വെച്ചാൽ മദീനക്കാർക്ക് ലോകാവസാനം വരെ വേറൊരു തൗബയുടെ ആവശ്യമുണ്ടാവില്ല. അതാണ് എൻ്റെ മഅ്സ്. നിങ്ങളെ മുന്നിൽ എൻ്റെ മഅ്സ് നിങ്ങൾ എറിഞ്ഞപ്പോൾ വീണില്ലേ? അപ്പോൾ മഅ്സ് സ്വർഗത്തിൻ്റെ ഒരു പൂന്തോപ്പിൽ വിശ്രമിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ആദം മറന്നിട്ടുണ്ടെങ്കിൽ മക്കളും മറക്കും. അത് മനുഷ്യൻ്റെ ദോഷമല്ല, അത് മനുഷ്യൻ്റെ നെഗറ്റീവല്ല. മനസ്സിലായില്ല? ആദം നബി മറന്നിട്ടുണ്ടെങ്കിൽ പറ, മക്കൾ ഓർക്കും. നമ്മൾ തലിക്കെട്ടമാർ തലിക്കെട്ടി തന്നെ നടക്കും, ഈ മണ്ടാവില്ല. തളിയിലോ തലുണ്ടോ അതിന് നടക്കും. സുന്നത്ത് അങ്ങനത്തെ പാമ്പുക്ക് പോകൽ പള്ളി പോയും. പക്ഷേയോ വിശ്വസിക്കാനേ പറ്റൂല. എന്തേ? മഅ്സ് നബിയിൽ ലയിച്ചിട്ട് നബി മുളച്ചതാ. മഅ്സ് തെറ്റിയതാലും മഅ്സ് സ്വർഗാവകാശിയാ, അള്ളാഹിൻ്റെ പൊരുത്തത്തിലാ. എന്തേ? മഅ്സിൽ നബി മുളച്ചതാ, മുഹമ്മദ് മുസ്തഫ. നമ്മളെല്ലാ സുന്നത്തെടുത്താലും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ അമുക്കാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇത് മാത്രമേ ഉള്ളൂ ഈ തലയെ കിട്ടുന്ന അടി. ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. ഒരു മാസത്തിലെങ്കിലും എന്നോടൊരാൾ പറയാറുണ്ട്, ഇന്ന ആളിൻ്റെ സ്ഥലത്ത് ഒരു സ്വാലിഹായ ഒരു മനുഷ്യനുണ്ട്, അയാൾക്ക് ദുആക്ക് ഇജാബത്തുണ്ടാകും എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ ആരെങ്കിലും എന്നോട് ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ അയാൾ ചോദിക്കും അയാൾ പറ്റി. അപ്പോൾ പറയും, തന്നി നാടനാണ്, തന്നി നാടൻ. ഇന്നാലിന്ന നാട്ടിൽ ഒരു മൂല്യരുണ്ട്, അയാൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറയുന്നത് ഈ അടുത്ത കൊല്ലങ്ങളിൽ ഞാൻ കേട്ടിട്ടില്ല. ഇനി അതുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്താ കാരണം? കാരണം നാടൻ നന്നാവുന്നത് അവൻ നാശമാണ് എന്ന ബോധത്തിൽ നിന്നാണ്. മൂല്യർ ഒരിക്കലും നന്നാവില്ല. മൂല്യരെ ധാരണ ഞാൻ നല്ലോണാണ് എന്നാണ്. ഒരു നന്നാവില്ല. അവിടുന്ന് ആലോചന വിളിച്ച് നമ്മൾ വലാലി മൊബൈലിൽ എത്തിയിടന്നില്ല. ആയത്തെന്തിനെ അവിടെ പറഞ്ഞു എന്ന് ഞാൻ ഇടക്കിടക്ക് ആലോചിക്കാറുണ്ട്. അവർ നേരത്തെ മോശപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ നബി അവരെ ശുദ്ധീകരിച്ചു. എന്തുകൊണ്ട്? അവർ മോശപ്പെട്ടവരായിരുന്നു, ശുദ്ധീകരിച്ചു. നമ്മളൊക്കെയോ നമ്മളെ തലയെക്കെട്ടിൻ്റെ വലിപ്പം കണ്ടാൽ നമ്മളൊരാളൊന്നാക്കൂല. നമ്മളല്ലോനല്ലേ? അതിന് നന്നാകണം. കാര്യം നാശമാണ്. നമ്മൾ നാശമായിട്ടില്ലല്ലോ, പിന്നെ നന്നാവുക. വളരെ 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 ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. അള്ളാഹ് നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്, ചിന്തിക്ക്, തല കൊടുത്ത്
എന്തേ? റമളാൻ നമ്മളിൽ ഒരു പരിവർത്തനം നടത്തിയില്ല. പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ റമളാൻ നോറ്റിട്ടുമില്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ടായി, കൊടുക്കുന്ന പാനീയത്തിൽ വ്യത്യാസമുണ്ടായി, ഭക്ഷിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടായി, ഭാര്യയുമായി രമിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടായി, മനസ്സിൽ മാത്രം വ്യത്യാസം ഉണ്ടായില്ല. എന്തുകൊണ്ട്? മനസ്സ് നമുക്കുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അവർ നേരത്തെ വ്യക്തമായ വഴികേടിലായിരുന്നേലും അതാണ് അവരെ വിജയം. അതാണ് വിജയം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സ് 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 കൊടുക്കുക. മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്. അള്ളാഹു മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. നീ നിലപാട് നന്നാക്കണ്ടേ? നിലപാട് നന്നാക്കണം. ലോകം കണ്ട 2 പണക്കാരെ പറഞ്ഞുതരാം. രണ്ടാൾ മുഅ്മിനീങ്ങളാണ്. അപ്പോൾ പണം കൊണ്ട് മനുഷ്യൻ നാശാവില്ല. പണ്ടാണ്ട് ബേജാറുണ്ട്. പിന്നെ മഞ്ചേരി അങ്ങാടിയിൽ വലിയ കോടിക്കണക്ക് റുപ്യൻ്റെ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് വന്ന് നാശാവില്ല, നന്നാവില്ല. നമ്മളൊന്നും കാര്യമില്ല. കേരളം കണ്ട ഏറ്റവും വലിയ മുതലാളി റഹ്മത്തുള്ളാഹി ഖാസിമി ആകാം. അതുകൊണ്ട് നാശാവില്ല, നന്നാവില്ല. ഖാസിമി കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി. നന്നാവോ? ഇല്ല. നാശാവോ? ഇല്ല. ഇന്ന് വരെയുള്ള കോമൺ ഹിസ്റ്ററി രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ധനാഢ്യൻ മാൻസം ഹുസൈൻ. അതിനേക്കാൾ വലിയൊരു ധനാഢ്യൻ ലോക ചരിത്രത്തിൽ കോമൺ ഹിസ്റ്ററിയിലില്ല. ഇല്ല. പിന്നെ ഒരാൾ സയ്യിദ് സുലൈമാനാണ്. ഉറക്കപ്പറ, സയ്യിദ് സുലൈമാൻ. 2 മുഅ്മിനീങ്ങൾ, ഒന്ന് നബി, ഒന്ന് നബി അല്ല. ചിന്തിക്കില്ലല്ലോ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ലോകം അടക്കി ഭരിച്ച ഏറ്റവും വലിയ ഒരു രാജാവ് സുലൈമാനുൽ ഖാനൂനിയാണ്. അയാളെക്കാൾ ലോകത്തിൻ്റെ വിസ്തൃതമായ ഒരു ലോകം ഏറെ അടക്കി ഭരിച്ച ഒരാളെ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ സുലൈമാനുൽ ഖാനൂനിയാണ്. അയാൾ മുഅ്മിനാണ്. മൻസമൂസയേക്കാൾ ഒരു പണക്കാരൻ ഇന്ന് വരെ ലോക ചരിത്രത്തിലില്ല. മാലിക്കാരനാണ്, ആഫ്രിക്കയിലെ മാലിക്കാരനാണ്. അദ്ദേഹം ഹജ്ജിന് പോയി വന്നപ്പോഴത്തിന് 1000 പള്ളികളുണ്ടായി. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സ്വർണ്ണ നാണയങ്ങൾ ഉരുണ്ടതാണ്. എന്തുകൊണ്ട്? ഇഷ്ടം പോലെ സ്വർണം. അപ്പോൾ ഉരുട്ടി. മനസ്സിലായില്ല? ലോഹം കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരത്തുക. ഉരുട്ടണമെങ്കിൽ കൂടുതൽ ലോഹം വേണം. അദ്ദേഹത്തിൻ്റെ ലോഹങ്ങളെല്ലാം ഉരുണ്ടതാണ്. എന്തുകൊണ്ട്? ആവശ്യത്തിനും അതിനപ്പുറം സ്വർണ്ണമുണ്ട്. ചിന്തിക്കണം. ചിന്തിക്ക്. ഹജ്ജിന് പോയി വന്നപ്പോഴത്തേന് 1000 പള്ളി ഉണ്ടായി. 1000 ഗ്രാമങ്ങളിൽ പള്ളി ഉണ്ടായി. വലിയ പള്ളി. പോയി തിരിച്ച് മാൻസമൂസ മാലിയിൽ തിരിച്ചെത്തിയപ്പോഴത്തിന് ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മാലിക്കി മദ്ഹബിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മാൻസമൂസ ഉണ്ടാക്കിയതാണ്. അയാളെപ്പോലെ ഒരു പണക്കാരൻ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഞാനറിയില്ല. ചിന്തിക്കണം. അങ്ങനെ തന്നെ സുലൈമാൻ ഖാനൂനി ഹംഗറിയിൽ നിന്ന് മരിക്കണത്. ഇന്റേണൽ ഓർഗൻസ് എല്ലാം അവിടെ മറവ് ചെയ്തു. പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. 2 കബറ ഉള്ളിലുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കീറിയെടുത്തിട്ട് അവിടെ മറവ് ചെയ്തു. പിന്നെ കൊണ്ടുവന്നിട്ട് തുർക്കിയിൽ മറവ് ചെയ്തു. 2 കബറാണ് സുലൈമാനുൽ ഖാനൂനിക്ക്. സുലൈമാനുൽ ഖാനൂനിൻ്റെ വസിയത്താണ് എന്ത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൈ 2 വെളിവാക്കിയിട്ട് പുറത്തേക്ക് ഇടണം. അതാണ് അദ്ദേഹത്തിൻ്റെ അസിൽ. അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോവുകയാണെന്ന് ലോകം കണ്ടോട്ടെ. ഭയങ്കര നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യന്മാരല്ല. സൽമാൻ ഖാനൂനി ഭയങ്കര ആളാണ്. എനിക്ക് എൻ്റെ ഉപ്പാനെ പോലെ ഇഷ്ടമാണ് അദ്ദേഹത്തെ, എൻ്റെ ഉടപ്പറപ്പിനെ പോലെ. കാരണം ആ ചരിത്രം കാണുന്ന നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവരൊക്കെ അത്രയും വലിയ ചരിത്രം സുലൈമാൻ ഖാനൂനിയുടെ. ഈ ആളുകൾ 3 ആളെ ഞാൻ പറഞ്ഞല്ലോ. ഈ 3 ആളും മുഅ്മിന. പണം കിട്ടിയിട്ടും അധികാരം കിട്ടിയിട്ടും നശിക്കുകയാണെങ്കിൽ ഇവരൊക്കെ നശിക്കൂല. പണം കൊണ്ടൊരാൾ നശിക്കൂല, അധികാരം കൊണ്ടൊരാൾ നശിക്കൂല, നന്നാവില്ല.
നിലപാട് കൊണ്ടാണ് നന്നാവുന്നതും നാശാവുന്നതും. അവിടെ പഠിക്കണ്ടേ, പണം കൊണ്ട് നന്നാവില്ല. വളരെ 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 ചിന്തിക്ക് പഠിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ എഴുതി വെക്കണം, എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിനെ പറ്റി. ഒരാൾ പണം കൊണ്ട് നന്നാവില്ല, നാശാവില്ല. പണം കൊണ്ട് നാശാവാണെങ്കിൽ സമൂസ നാശമാവണം. അധികാരം കൊണ്ട് നാശമാവാണെങ്കിൽ സുലൈമാൻ ഖാനൂനി നാശമാവണം. ആളുകളാ മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞാൻ ഒന്നുമില്ലാതെ പോവാണെന്ന് നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ച് മയ്യത്ത് കട്ടിലിൻ്റെ പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. കൈ അങ്ങനെയാ മയ്യത്തുണ്ടായത് സുലൈമാൻ ഖാനൂനിയെ. അപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ മുഅ്മിനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അധികാരി മുഅ്മിനാണ്. ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? നിലപാടാണ് വിഷയം. ഒരു നാട്ടിൽ ഖാദിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഗൾഫിൽ പോയി. എത്തിപ്പെട്ടത് കള്ളുണ്ടാക്കി വിൽക്കണ ഒരു റൂമിലാണ്. പിന്നെ മൂപ്പര് കള്ളുടിയനായി. ആ ആളെ എനിക്കറിയാം. നാട്ടിലാരായിരുന്നു? ഖാദിയായിരുന്നു. ഗൾഫിലാരായി? കള്ളുടിയനായി. കള്ളും കച്ചവടം. ആര് കുടിച്ചിരുന്നോളി? ഉള്ള ഈ മനം പോകുമല്ലോ. അല്ല ഇയാളെ വാസന വന്നിട്ട് പോകൂടെ ചങ്ങായി. ചവിട്ടി നിളക്കിയിട്ടില്ല അവലാക്കണം. ആക്രിക്കടക്കാരന് പാത്രങ്ങൾ വിറ്റാൽ, ഒരു ഒട്ടപ്പെട്ട പാത്രം ആക്രിക്കടക്കാരന് വിറ്റാൽ നിങ്ങൾ വിറ്റ് പൈസ തരുന്നതോടുകൂടെ പിന്നെ ഓൻ്റെ അധികാരം, ഓനെന്നെ ചവിട്ടയ്യ. ചവിട്ടി പിന്നെ അതിനെ ഒരു ചാക്ക് മത്സ്യമുണ്ട് തളപ്പോണ്ട കുടുക്ക തരാക്കിയിട്ട് ചവിട്ടി. ഒരു കുടുക്ക പറഞ്ഞു, എന്നെ ചവിട്ടാൻ പറ്റൂല, ഞാൻ ബഹുമാനപ്പെട്ട കുടുക്കയാണ്. ഓനൊന്നാവില്ല. പിന്നെ ഓനെ കൊണ്ടേറ്റ് പൂനെയിലെ വലിയ ഫാക്ടറിയിലേക്ക് വലിച്ചെറിയും. അവിടെ ചവിട്ടൽ മാത്രമല്ല, അവിടെ ഓനെ തീ കൊടുക്കും. 4 ദിവസം കഴിഞ്ഞാൽ 1-ാം നമ്പർ കുടുക്കിയായി തിരിച്ചു വരും. എന്തേ? ഓൻ ചവിട്ടിന് വിധേയനായി, ഓൻ കത്തലിന് ശിക്ഷയ്ക്ക് വിധേയനായി. ഇനിയോൻ നന്നാവും. ഇപ്പം നന്നായി. ആദ്യം ചവിട്ട് കിട്ടി, പിന്നെ അവൻ അനുഭവിച്ചു, ബന്ധു. ഇപ്പം നന്നായി. ഞാൻ ഒറിജിനൽ കുടിക്കാണ്. നിങ്ങൾ പഴയ അലുമിനിയ പാത്രങ്ങൾ പുതിയ പൈസക്ക് വാങ്ങും. ഇവരെന്നെ വാങ്ങും, ഇപ്പറക്കാർ വാങ്ങും അലുമിനിയ പാത്രം. എത്ര കിലോ വില? കിലോ 10 രൂപ. ഏയ് അങ്ങനെ പറയില്ലടാ. നിങ്ങൾ കൂട്ടിക്കൊണ്ട് 10 വേണമെങ്കിൽ അജുമേ നിങ്ങൾക്ക് സമ്മാനം തന്നാൽ മതി, എനിക്കങ്ങനെ ആവശ്യമില്ല. അവസാനം 10 രൂപയും കൊടുത്തു. എന്തുകൊണ്ട്? ഈ മൂല കിടക്കണം, ഇവിടെ മൂല ഒഴിവാകുമല്ലോ. പിന്നെ ഓലത് 450-നും 500-നും തിരിച്ചു വാങ്ങും. എന്തേ? ഓനെ എന്ത് ചെയ്തു? ചവിട്ടി. അജ്ജുമാൻ്റെ കയ്യിൽ നിന്ന് ഓനെ പോണോടുകൂടെ ആക്രിക്കടക്കാരൻ ആദ്യം ചെയ്ത് ചവിട്ടാണ്. ഇപ്പം ഈ ചവിട്ട് കണ്ടാൽ അജ്ജുമ്മ നന്നാകാം. എന്തുകൊണ്ട്? അജ്ജുമ്മ 6-7 ഹജ്ജ് ചെയ്തിക്കണമെങ്കിലും ഇപ്പോഴും അയൽവാസികൾക്കും അവരെ കൊണ്ടുള്ള ശല്യം മാറിയിട്ടില്ല. എന്തുകൊണ്ട്? ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. എന്ത് നടന്നില്ല? ചവിട്ട് നടന്നില്ല. ചവിട്ട് കിട്ടണം. അജ്ജിനൊന്നും പോണ്ടില്ലേ, ചവിട്ടിട്ടിയാൽ തന്നെ സ്വർഗത്തിലെത്തും. നമ്മൾ അജ്ജിനോ എന്തിനും പുറം കാട്ടി കൊടുക്കൂല, ചവിട്ടിന് പുറം കാട്ടി കൊടുക്കണം. ചവിട്ടണം, ചവിട്ട് കിട്ടണം, അല്ലാതെ നന്നാവില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിലപാടല്ലാതെ ഒരു മനുഷ്യൻ നന്നാക്കൂല. നിലപാട് മാറ്റണം. ചിന്തിക്ക് വളരെ ഞാൻ നീട്ടുന്നില്ല. ഇതൊരു തുടക്കാണ്. ഞാൻ അല്ലാഹു ലത്തീഫുൻ ബിഇബാദി സൂറയിലെ 19-20 ആയത്തിന് ആ വ്യാഖ്യാനം തീർന്നിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ നോമ്പിലേക്ക് ഒന്ന് കയറിയത്. വളരെ വളരെ ചിന്തിക്കണം. നിൻ്റെ കോലല്ല മാറ്റണം, നിൻ്റെ ഉള്ളിലെ കോലം മാറ്റണം. നിൻ്റെ ഉള്ളിലെ കോലം മാറ്റണം. അങ്ങനെ എന്താ വേണ്ടത്? അങ്ങനെ എന്താ വേണ്ടത്? നല്ലോരും നിസ്കരിക്കും, നല്ലവരല്ലാത്തവരും നിസ്കരിക്കും, നല്ലോരും നോമ്പ് കൊടുക്കും, നല്ലവരല്ലാത്തവരും നോമ്പ് കൊടുക്കും, നല്ലവർ സ്വതക്ക കൊടുക്കും, നല്ലവരല്ലാത്തവരും സ്വതക്ക കൊടുക്കും, നല്ലവർ ഹജ്ജിന് പോവും, നല്ലവരല്ലാത്തവരും ഹജ്ജിന് പോവും. അപ്പൊ ഹജ്ജ് കണ്ടു വിധിക്കണ്ട, നിസ്കാരം കണ്ടു വിധിക്കണ്ട. ഇപ്പോൾ വൈലുല്ലിൽ മുസല്ലി, നിസ്കരിച്ചവരിൽ വലിയൊരു ശതമാനത്തിന് നരകമാണ്. അപ്പൊ നിസ്കാരം കണ്ട് വിധിക്കാൻ പറ്റില്ല. നിസ്കാരം വിധിയുടെ മാനദണ്ഡമല്ല. നല്ലോരും നിസ്കരിക്കും,
പറയാൻ നല്ലൊരു നിസ്കരിക്കും, നല്ലവരല്ലാത്തവർ നിസ്കരിക്കും, നല്ലൊരു നോമ്പോൽക്കും, നല്ലവരല്ലാത്തവരും നോമ്പോൽക്കും, നല്ലൊരു സ്വതക്ക കൊടുക്കും, നല്ലവരല്ലാത്തവരും സ്വതക്ക കൊടുക്കും, നല്ലൊരു ദിക്റെല്ലും, നല്ലവരല്ലാത്തവർ നല്ലോണം ദിക്റെല്ലും, നല്ലവർ കുറച്ചേ ദിക്റെല്ലു, നല്ലവരല്ലാത്തവർക്ക് ദിക്ർ അടുത്തിരിക്കാൻ പറ്റില്ല, തുപ്പലം തെറിച്ചത് നാട്ടിൽ വിത്തിന് മുഴുവനും ഉണ്ടാക്കും. അടുത്തൊക്കെ ഇരുന്നാൽ നമ്മളങ്ങോട്ട് മഴ പെയ്യാൻ തോന്നും. അതുകൊണ്ടൊന്നും റാമത്തുള്ള വഞ്ചിതനാവൂല. ഊരൊക്കെ ചവിട്ടണം അവനുണ്ടത്. കള്ളനാണ്. ചെകുത്താൻ വേദമോതും, നല്ലോനും വേദോടും. പറ ഈ 100 ഇരട്ടി കൂലിൻ്റെ മുമ്പ് ആലോചിച്ചാളാം. ആദ്യം നല്ലോൻ ഖുർആൻ ഓതിയാലാണ് 1-ന് 10 കൂലി. നല്ലോനല്ലാത്ത ഖുർആൻ ഓതിയാൽ 10 ചവിട്ടാണ്. ചെകുത്താനും വേദമോതും. വേദം എല്ലാവർക്കും ഓതാനാ. നല്ലവർക്കും ഓതും, നല്ലവർക്കും ആവും. പറയുടെ ചങ്ങായി നല്ലോരും ഓടും, നല്ലവരല്ലാത്തവരും നല്ലോണോടും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. എല്ലാ പള്ളിയൊക്കെന്നും ആംപ്ലിഫയർ കെട്ടുണ്ടാക്കാൻ ഞങ്ങൾക്ക് നല്ലൊരു പണി പറഞ്ഞാൽ പള്ളികളെ ആംപ്ലിഫയർ കട്ടുകൊണ്ടുപോകാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഈ ക്ലാസ് 9 മണിക്ക് ദിവസം നിങ്ങൾ നേരെ ഒരു പള്ളിയാക്കാണ് കയറുക. അപ്പം അവിടുത്തെ മൊല്ലാക്ക കാര്യമായ അടിച്ചുവാരല്, വൃത്തിയാക്കല്, പണിയോട് പണിയാക്കണം. അപ്പം ഇജ് എന്ത് ചെയ്യുക? ഒന്നുകൊടുക്കുക. ഒന്നുകൊടുത്തിട്ട് കിബിലേക്ക് മുന്നിട്ടെന്നാണ്ട് ഇങ്ങനെ ദ്വാർക്കുക. അപ്പം തന്നെ മല്ലാക്കാൻ്റെ മനസ്സലിഞ്ഞു. ഓ ഈ ജാതി കുട്ടികളുണ്ടോ ഇന്നത്തെ കാലത്ത്. പള്ളി കയറുക. പിന്നെ എന്ത് ചെയ്യുക? നിസ്കരിക്കന്നെ. നിസ്കാരം മൊല്ലാക്ക വീണുപോയി. ഓ സാധാരണ ആത്തേപ്പള്ളി പൂട്ടിയിട്ടേ മൊല്ലാക്ക ചായക്ക് പോവുള്ളൂ. എന്നാ ഇജുള്ളത് കൊണ്ട് ആത്തേപ്പള്ളി പൂട്ടൂല. കാരണം ഈ ജാതി മുത്തക്കൈ നമ്മളെ പള്ളിയിൽ വന്നിക്കണമെങ്കിൽ ഇനി ഇവിടെ എന്തിനാ പൂട്ടേണ്ട ആവശ്യം? മൊല്ലാക്ക ചായം കുടിച്ച് വരുന്നതിന് മുമ്പ് എനിക്ക് ആംപ്ലിഫയറും കൊണ്ട് പോകാം. ധൈര്യമായിട്ട് നിന്നോ. പള്ളികളിലെ ആംപ്ലിഫയർ കട്ടുകൊണ്ടു പോകാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇജ് നിസ്കരിക്കുക. ഇജ് ഔദും കരയുന്ന മൊല്ലാക്കനെ കാണും. സ്വർഗത്തിൻ്റെ 8 കവാടം തുറക്കും. ഓ 16 കവാടുണ്ടെങ്കിൽ ഓ തുറക്കാൻ അമുക്കെ ഇജ് അമുക്കാണടങ്ങായി ജാംക്കണടാ. ഇജ് ഭൂലോകമുക്കാണ്. ഇതുകൊണ്ടൊക്കെ ഇജ് തലയെ കെട്ടേരെ വഞ്ചിച്ചോ റഹ്മത്തുള്ളാനെ കിട്ടൂല. ഞാൻ ഒരുത്തൻ്റെ നിസ്കാരം നോമ്പുകൊണ്ട് വഞ്ചിതനാകുന്നല്ല. അതൊക്കെ കള്ളന്മാരെ പണിയാണ്. മുഅ്മിനീങ്ങളെ പണി നിലപാടാണ്. അവൻ്റെ നിലപാട് അതാണ് അവൻ്റെ ഈമാൻ. ഒന്നിസ്കരിക്കും, ഒന്നും പോൽക്കും, ഒക്കെ ചെയ്യും. പക്ഷെ നിലപാട് അവനെ അടിസ്ഥാനം. മനസ്സിലായില്ലേ? ചിന്തിക്കും. പറയണ്ട് വളരെ വളരെ ചിന്തിക്കും. നോമ്പ് കഴിഞ്ഞു, നമ്മൾ നന്നായില്ല. എന്തേ? നിലപാടില്ല. നമ്മൾ തെറാവീനെ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വന്നവരാണ്. ഞാനത് ഇഷ്ടമില്ല. നമ്മൾ തെറാവിയോട് സ്വർഗത്തിൽ പോകണം. അവസാനം നമ്മൾ ഇറങ്ങിക്കൊടുത്ത സദക്കല്ലേ, ആ സദക്കാനൊക്കെ എന്ത് അർഹതയുള്ളു? എൻ്റെ പൈസയല്ലല്ലോ, അതിനൊക്കെ എനിക്ക് കൂലിട്ടുക. സദക്ക കൊടുത്താൽ എങ്ങനെ സദക്ക കൊടുത്താൽ കൂലിട്ടുക? എൻ്റെ അടുത്ത് പൈസ എണീക്ക്, ഒരു 10 ഉറുപ്പിക എടുക്ക്. എനിക്ക് ഞാൻ പറയാം, എണീക്ക്. ഞാൻ സദക്കക്ക് ഉദാഹരണം ആ ഞാൻ വിളിക്ക് 10 ഉറുപ്പിക വലിയ നോട്ടിക്ക്, ചെറിയ നോട്ട് തന്നെ വലിയ എടുക്കുക. അത്യാവശ്യം ഒരു 10 തന്നെ ആക്കണം. 500 എടുക്കുക. അതാണ് ആ കുട്ടികൾ. 500. ഇങ്ങോട്ട് മാറിക്ക് കുട്ടി, നിങ്ങൾ എണീറ്റ് വരും. ഇങ്ങോട്ടേക്ക് അടുത്തുനിന്ന് പായ്മൊക്കെ ആയിരിക്കണം, കുഴപ്പമില്ല. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പിടിച്ചോ. ഞാൻ സ്വതക്കൊക്കെ ഉദാഹരണം പറയാട്ടോ. നിങ്ങളെല്ലാവരും കാണില്ലേ? എനിക്ക് കൂലിട്ടോ? ഇതല്ലേ ഞങ്ങൾ സ്വതക്ക. ഇതല്ലേ സ്വതക്ക, ഞങ്ങൾക്ക് കൂലിട്ട. ഓൻ്റെത് ഞാൻ അങ്ങനെയാണ് കൊടുത്തു. അതിനെങ്ങനെ കൂലിട്ട്? എനിക്കെങ്ങനെ സ്വതക്കൊക്കെ കൂലിട്ടത്? എങ്ങനെ
എൻ്റെ പൈസയാണോ? പോട്ടന്മാരെ സ്വതക്കൊക്കെ കൂലിട്ടെന്ന് വിചാരിച്ച് നടക്കണ പോട്ടന്മാരെ സ്വതക്ക കൂലിട്ടു. എൻ്റെ പൈസയാണോ? എന്താ ഓർമ്മ? എൻ്റെ പൈസയാണോ? അല്ല, അൻവറ പൈസ എനിക്ക് തന്നു, ഞാൻ ഈ കുട്ടി കൊടുത്തു. ഇനെങ്ങനെ കൂലിട്ടണ്? ഒമിമ്മ, അവർക്ക് നാം കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും, അവരുടേത് അല്ല. ഇനെങ്ങനെ കൂലിട്ടുക? കൂലി കിട്ടുന്നത് ഒരു ബോധത്തിൽ നിന്നാണ്. ഇതെൻ്റെ റബ്ബിൻ്റെ അത്വാ ആണ്. ഇതിന് അവകാശിയായ ഒരു സാധുവാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അയാൾക്ക് ഞാൻ കൊടുക്കേണ്ടതില്ല, പക്ഷെ എനിക്കൊരവസരമാണ് എൻ്റെ റബ്ബ് തന്നു, ഒരവസരവും തന്നു. ഈ ബോധത്തിനാണ് സദക്കൻ്റെ കൂലി. ആ ബോധമുണ്ടോ? വഞ്ചിതൻ ഇറച്ചിയും പൊറോട്ടി നിന്നൂടെ ഈ പൈസക്ക്? സദക്കൊക്കെ കൂലിട്ടണ പോലെ. അയ്യയ്യേ, ഞാൻ ദാറുൽ ഖുർആനിലേക്ക് ദാനം ചെയ്തോളി നിങ്ങൾ പറയുന്നിട്ട് നിങ്ങൾ വഞ്ചിതനാകണ്ട. അതൊക്കെ ഇവിടെ പൈസ ഇട്ടാൽ മതി, നിങ്ങൾക്ക് കൂലിട്ടാനല്ല. നിങ്ങൾക്ക് കൂലി കിട്ടിയാൽ എന്താ കിട്ടിയില്ലേ? നിങ്ങൾക്ക് കൂലിട്ടണമെങ്കിൽ നിലപാട് നന്നാക്കണം. എന്താ നിലപാട്? ഇൻ്റെതല്ല, ഈ ആൾക്ക് ഞാൻ കൊടുക്കേണ്ടതും ഇല്ല. ഇയാൾക്ക് ഞാൻ കൊടുത്താലേ ഉള്ളൂ. അല്ല, അയാളെ ഏറ്റത് അള്ളാഹുവാണ്. അപ്പം എനിക്കൊരവസരം കിട്ടി. ഇയാൾക്ക് എൻ്റെ ആവശ്യമല്ല, പക്ഷേ എൻ്റെ റബ്ബിനിക്ക് തന്നു, ഇയാൾക്ക് കൊടുക്കാനൊരു അവസരവും തന്നു. അപ്പോൾ രണ്ട് തെരലിൻ്റെ നടുവിൽ ഞാൻ നിൽക്കുകയാണ്. ഒന്ന്, അള്ളാഹു തന്നു, കൊടുക്കാൻ അവസരവും തന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊരു മധ്യവർത്തിയാണ്. എൻ്റേതല്ല, ഇയാൾക്ക് എൻ്റെ ആവശ്യവും ഇല്ല. അപ്പം കൂലി കിട്ടി. അതേതാ കൂലി? റബ്ബിനെ തന്നെ കിട്ടി. റബ്ബ് നിൻ്റേതായി. സദക്കെടുത്തൊരു പോയി ഇറച്ചി പൊറാട്ടി തന്നു ഞങ്ങന്മാരെ. നിങ്ങൾ നല്ല മട്ടൻ ബിരിയാണിയും മട്ടൻ ചാപ്സും തിന്നാലും മനുഷ്യന്മാർക്ക് പൈസ കൊടുക്കണേന്. ആ പൈസ കൊണ്ട് ഒരു കാര്യമില്ല. സ്വർഗം തരില്ല, സ്വർഗം ചെയ്ത് കൊടുത്തില്ലേ തരില്ലേ? മനസ്സിലായില്ല? ചിന്തിക്ക്. ഇതാണത്. മനസ്സിലായില്ലേ? തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഓരോ മുതലല്ല, ഞാൻ കൊടുക്കണതാണ്. എടാ, ബാങ്കിലെ ക്യാഷറേജ് കണ്ടിട്ടില്ലേ? ഒരു ചില്ലും കുട്ടിൽ അതിൻ്റെ പുറത്തൊക്കെ നല്ല നല്ല എന്ത് ചെയ്യും, നല്ല ഇരുമ്പിൻ്റെ കമ്പിൻ്റെ ഉള്ളിലാണ് അയാളെ കുത്തിരിക്കുക. ക്ലർക്കും മാനേജറും വരെ എല്ലാവരും കാണുന്നോടത്തിരിക്കും. ഇയാളെ ചില്ലിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് പുറത്ത് കമ്പിട്ട് കെട്ടി വളരെ സുരക്ഷിതമായിട്ടാണ് ആരെ ഇരുത്തുക? ക്യാഷ്യർ ഇരുത്തുക. ക്യാഷ്യർ പൈസ അങ്ങനെ കൊടുക്കണ കാണുമ്പോൾ മണ്ടമത്തൊരിഞ്ഞാണ് ചോദിക്കണം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ? എടുക്കണേ നേരെ എത്രയായി? ഇതല്ലേ ഇജ്ജ് പറയുന്നത്? അതെന്നെ ലിജു. ബാങ്കിലെ ക്യാഷ്യർ തരുന്നത് അയാളെ മുതലാണോ? അതിനല്ലേ എങ്ങനെ ഇജ്ജ് തരുന്നത് എൻ്റെ മുതലാണോ? റബ്ബിൻ്റെ മുതലല്ലേ? ഇജ്ജ് ക്യാഷ്യറല്ലേ? എന്നോട് ഞാൻ മണ്ടം ചൊറിയേണ്ട ആവശ്യം എന്തിനാ? നമ്മൾ മുതലാളിമാർ ബിൽഡിംഗ് ആയിട്ട് തന്നാൽ ഓല മുന്നിൽ ചൊറിയും, ഓല ഇരുത്തിയിട്ട് നമ്മൾ നാവ് നീട്ടിയിട്ട് പ്രസംഗിക്കും. ഇയാളുണ്ടായതുകൊണ്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടായത്. അവരൊറ്റ പ്രസംഗം കൊണ്ട് 70 കൊല്ലത്തെ അമരുവാത്തിലോ മൂലിയരെ മനസ്സിലായില്ലേ? തല്ല കൊടുത്തിടങ്ങായി ഓൻ്റെതല്ലോ. ഒമിമ്മ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ അറിയാതെ പോണ്ടെന്ന് വിചാരിച്ചത്. ഒരാളതും അല്ലടോ, ഒരാളതും അല്ല. ആരുടേതാണ്? അല്ലോ ബനാര ഇല നക്കിയുടെ ചിറി നക്കി ബനാര. ഒമിമ്മ ഇയാളെ കയ്യിൽ നിന്നൊന്നുമില്ല. ഞാൻ കൊടുക്കണോ ഇയാൾക്ക്? ഞാൻ കൊടുക്കണോ ഇയാൾക്ക്? വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ റഹ്മത്തുള്ളാഹിൽ ഖാസിമി റിസ്ഖുഹാ. അങ്ങനെയാണ് ആയത്ത്. ഓതിയൻ മാറ്റിടാ എൻ്റെ മുസാബിൽ വിട്ട്. റഹ്മത്തുള്ളാ ഖാസിമിയാണ് എല്ലാത്തിനും അവലംബിക്കേണ്ട ആളെ കൊടുക്കേണ്ട ആളെങ്കിൽ മാറ്റടാ എൻ്റെ മുസാഫിൽ. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലാ റഹ്മത്തുള്ളാഹിൽ ഖാസിമി റിസ്ഖുഹാ. അങ്ങനെ അക്കടങ്ങായി. ഓൻ്റെ 1500-ാമത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിന് അന്ന് നമുക്ക് സന്തോഷമായി. എന്തുകൊണ്ട്? മുതൽ കൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടും. ബനാരുടെ എങ്ങായി തീട്ടം തൂറി എന്നല്ലാതെ. വൈകുന്നേരം ഉണ്ണുകയും രാവിലെ പോയിട്ട് വിസർജിക്കുകയും ചെയ്യുന്ന മഠയൻ്റെ പേരാണ് മനുഷ്യൻ.
ഉണ്ണുകയുമില്ല ഉറങ്ങുകയുമില്ലാത്തവനാണ് ആര്? അല്ലാഹു. അവനെ ആശ്രയിക്കണമെങ്കിൽ ഇവനാരടാ? താന്തക്കും തറവാട്ടിലും ജനിക്കണം. ആദ്യം താലികെട്ടെല്ലാം ഉണ്ട്, താന്തക്ക് ജനിക്കണം. ആദ്യം താലികെട്ടിൽ പിന്നെ മതി, ആദ്യം തന്തക്ക് ജനിക്കണം. നല്ല ബലമുള്ള തന്തക്ക് ജനിക്കണം. എന്നിട്ട് നിലപാടുണ്ടാക്കണം. മനസ്സിലായില്ലേ? ബലാലിടോ ഇയാൾക്ക് ഞാൻ കൊടുക്കണം. ഇയാളെ ആള് റബ്ബല്ലേ, നീ ഇത് ഇന്റേതാണോ? പൈസ മനസ്സിലായില്ലേ? ചിന്തിക്ക്, നിലപാട് മാറ്റ്. റമളാനിൽ കൊടുത്ത സ്വതക്ക നിന്റേതല്ല, ആരുടേതാണ്? എനിക്കതിന് അവസരം തന്നല്ലോ, കരഞ്ഞോ? അവിടെയാ കരയല്ലേ? വാങ്ങണോന്നല്ലടാ കരയണത്, കൊടുത്തോൻ കരയണം, സന്തോഷമുണ്ട്. അതാണ് സ്വതക്ക. എന്താ പറഞ്ഞ്? വാങ്ങുന്ന ഫക്കീറല്ല കരയേണ്ടത്. ഫക്കീറിന് വരാല്ലെങ്കിൽ ആൾ കിട്ടും, കൊടുക്കാൻ അവസരം ഉണ്ടാവും, കരയണം. മനസ്സിലായില്ലേ? വാങ്ങുന്ന ഫക്കീറല്ല ഇസ്ലാമിൽ കരയുക, കൊടുക്കുന്ന മുതലാളിയാണ്. എന്തുകൊണ്ട്? അതൊരവസരമാണ്. ആ അവസരം തന്നത് ആരാണ്? അല്ലാഹ്. കരഞ്ഞു. ഇസ്ലാമിൽ ധനാഢ്യൻ കരഞ്ഞു കൊടുക്കുന്നതാണ് സ്വതക്ക, ദരിദ്രൻ കരഞ്ഞു വാങ്ങുന്നതല്ല. മറ്റു പല സ്ഥലങ്ങളിലും സംസ്കാരങ്ങളിലും സാധുക്കൾ കരഞ്ഞു വാങ്ങുന്നതാണ് സ്വതക്ക. ഇസ്ലാമിൽ മുതലാളി കരഞ്ഞു കൊടുക്കുന്നതാണ് ഇസ്ലാമിലെ സ്വതക്ക. നിലപാട് മാറ്റ്. ഇരുന്നോളി. കൊടുത്താൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ കൂടല്ലേ? മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ചിന്തിക്ക്, തന്നെ കൊടുക്ക്. ഓൻ്റെ ഊരൊക്കെ ചവിട്ടി എനിക്ക് 2 വട്ടം സ്വർഗം കിട്ടുന്നല്ലാണ്ട്. നീ മഞ്ചേരിയിൽ ഓന് 6 കോടിൻ്റെ അല്ല 160 കോടിൻ്റെ മുതലുണ്ടായ ബനാര്. ബനാരാണ് ഓനെ നമ്മൾ ബഹുമാനിക്കും. ഓരൊക്കെ 4 ചവിട്ട് കൊടുക്കാന്നല്ല. ഓനാരുടെ കൈ നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? ഡോക്ടറാണായിരിക്കണം. ഇതൊരു ഡോക്ടറാണ്. ഉദാഹരണം, പ്രഗത്ഭനായ ഡോക്ടർ, നല്ല കുട്ടിയാണ്, എനിക്കറിയാം. നല്ല കുട്ടിയാണ്, നല്ല ഡോക്ടറാണ്. ഡോക്ടർ നമുക്ക് രോഗം വരുമ്പോൾ സമീപിക്കുന്ന ആളാണ് ആര്? ഡോക്ടർ. അതിനെന്തേ ഇയാളാരാ? എനിക്ക് രോഗം വന്നാൽ ഷിഫയാക്കുന്നത് ഡോക്ടറല്ല, അല്ലാഹ്. ഇയാളൊരു മാധ്യമം മാത്രമാണ്. ഇയാളല്ലെങ്കിൽ വേറൊരാൾ, വേറൊരാളല്ലെങ്കിൽ വേറൊരാൾ. ഇനി ഒരാളില്ലെങ്കിലും വേണ്ടില്ല. ഒരാളല്ലെങ്കിൽ ഒരാൾ, ഇനി ഒരാളും അല്ല. ഒരാൾ അണ്ണാക്കിൽ എന്ത് ചെയ്തു എന്നറിയോ? അണ്ണാക്കും കൊണ്ട് ചേർത്തു. അബഹയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അണ്ണാക്കും കൊണ്ട് ചേർത്തു. തൊണ്ടയ്ക്ക് വെള്ളം ഇറങ്ങൂല, അത്രയും ഇങ്ങോട്ട് തൂങ്ങി, അണ്ണാക്കങ്ങോട്ട് വീർത്തുപോയി. അപ്പോൾ അബയിലെ വലിയ ആശുപത്രി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു, വലിയൊരു രോഗം വന്നതാണ്, നിങ്ങൾക്ക് തലക്ക് ക്യാൻസർ പിടിച്ചാണ്, അങ്ങനെ മുഴയാണ്, അതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ വലിയ പൈസ വരും, നാട്ടിൽ പോയിക്കോളി. അങ്ങനെ അയാൾ നാട്ടിൽ പോരുക. അയാൾ നല്ല പണിക്കാരനാണ്, അയാൾ കഫീലിന് നല്ല പണിക്കാരനാണ്. അപ്പോൾ അയാൾ പോരുകയാണ്. അപ്പം VC ഒക്കെ അടിച്ച് റീ എൻട്രി അടിച്ച്, പിന്നെ സമയത്തേ 8:30. 8:30 അല്ലാ, നേരം വൈകി. എന്നാലും 2 വാക്ക് നേരം ബുദ്ധിമുട്ടാവോ? 2 വാക്ക്. ഇയാൾ പോകാൻ ഒരുങ്ങ. അപ്പോൾ ഇയാൾ ടിക്കറ്റിനും പാസ്പോർട്ടിനും വേണ്ടി കഫീലിൻ്റെ വീട്ടിൽ വിശ്രമിക്കുക. കഫീലിൻ്റെ അവിടുന്ന് ഒരു കട്ടഞ്ഞായ കൊണ്ടത്. അപ്പോൾ കഫീലിൻ്റെ ഒരു അകന്ന ബന്ധുവായൊരു വയസ്സൻ അതിഥി കഫീലിൻ്റെ വീട്ടിൽ വിരുന്ന് വന്നിട്ടുണ്ട്. വയസ്സനായ ഒരാൾ, കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കഫീലിനെ പറഞ്ഞേക്കാണ്, ഇങ്ങനെ സുഖമില്ല, നല്ലൊരു ജോലിക്കാരനാണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ വന്നു, ഇവിടെ ചേർത്തു, ഡോക്ടറെ കാണിച്ചപ്പോൾ അബയിലെ ഡോക്ടർ, ഇങ്ങനെ വലിയ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് തലക്ക് എന്തോ ക്യാൻസറോ മറ്റോ പിടിച്ചിട്ടുണ്ടാവും, നാട്ടിൽ പോകലാണ് നല്ലത്, അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്നു, എന്നോട് പറഞ്ഞു, തൊള്ള തുറക്കുന്നു. ഇയാൾ തൊള്ളർന്ന്. അപ്പം അയാൾ ചൂണ്ടുകാരോട് ഒറ്റ കുത്തുന്നതോടുകൂടെ ചേലവും ചോരയും
പരമാവധി നെക്കിപ്പിഞ്ഞ് ഒക്കെ നെക്കിപ്പിഞ്ഞ് കളഞ്ഞ് നാടൻ ഒരു അറബി എന്നിട്ടൊരിക്കൽ അയാൾ പുറത്തുപോയി എവിടെയോ പോയിട്ട് എന്തോ ഒരു പച്ചില കൊണ്ടുവന്നു, അതിങ്ങനെ ഉരുട്ടിയിട്ട് അവിടെ തേച്ച് കൊടുത്തു. ഈ തൊള്ളങ്ങനെ മേപ്പിട്ട് പിടിച്ച് കുറച്ചു നേരം കിടന്നു. അയാൾ പറഞ്ഞു, ഒരു സോക്കട എനിക്കില്ല, നാട്ടിൽ പോകണമെങ്കിൽ പോയി വന്നോ, എനിക്ക് ദീനമില്ല. ആളെ ദീനം മാറി. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ദീനം ഉണ്ടായില്ല. വേണമെങ്കിൽ പെണ്ണുങ്ങളെ കുട്ടികളെ അടിച്ചാലേ ഒന്ന് പോയെന്നോ, അല്ല ആ ദീനത്തിന് ഒരു വേണ്ട, ദീനം ഉണ്ടാവില്ല. അത് വേറെ അങ്ങനെയുണ്ട്. അയാൾ നേരിട്ടിനോട് പറഞ്ഞു. മനസ്സിലായില്ലേ? 10 പൈസ ചെലവാക്കാതെ ഓപ്പറേഷൻ തിയേറ്റർ തുറന്നിട്ട് ബുദ്ധിമുട്ടിക്കാതെ ഇവന്റെ രോഗം മാറ്റാൻ ആര് തീരുമാനിച്ചു? അല്ലാഹ്. അതാണ് കണ്ടത്. മനസ്സിലായില്ലേ? എനിക്ക് രോഗം വന്നാൽ അവൻ ശിഫ നൽകും. ഇതൊക്കെ മാധ്യമങ്ങളാണ്. ഞാനൊരു മാധ്യമമാണ്. വയലു പറയും ഇതൊരു മാധ്യമമാണ്. വയലില്ലെങ്കിലും നന്നാവും. വയലുണ്ടായാൽ നന്നായിക്കോളൊന്നുമില്ല. ഒരു നാട്ടിൽ ഞാൻ റമദാൻ മുഴുവൻ വയൽ പറഞ്ഞു. കമ്മിറ്റിക്കാരിയായിട്ട് ഒമ്പലോ ഇരുന്നിട്ട് വയൽ പറഞ്ഞു. 30 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പല ആളുകളും നന്നായി, കമ്മിറ്റിക്കാർ നന്നായില്ല. നന്നായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ 2002 ആ സംഭവം. 23 കൊല്ലം മുമ്പുള്ള എൻ്റെ സർവീസ് സ്റ്റോറി തുടങ്ങുക 2002 ക്ലാസ് തുടങ്ങുക. ഇത് 2002. 30 ദിവസം മാലിൽ. ആ മാലിൽ പല ജുമാലിയൊക്കെ നന്നായി എന്ന് മാത്രമല്ല അവരെന്നോട് പറഞ്ഞു. ഞങ്ങളൊക്കെ ജുമാക്ക് പോകാതെ ബ്ലൂ ഫിലിമിന് പോയിന്. ഇന്നത്തെ വെള്ളിയാഴ്ച കണ്ടാണ് ഒരു ഫിലിം ഉണ്ടല്ലോ ഉച്ച നേരത്തെ, അങ്ങനത്തെ ഫിലിമിന് പോയിന് ആളുകളായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പം സിനിമകൾക്ക് തിരിഞ്ഞു നോക്കൂല. നല്ല ആളായി. എത്രയോ വലിയക്കാരനോട് പറഞ്ഞു. പലരും നന്നായി. ആരെണ്ണായില്ല? കമ്മിറ്റിക്കാരെണ്ണായില്ല. എന്തുകൊണ്ട്? നന്നാകണേന്ന് ആഗ്രഹിച്ച് വന്നവരാണ് നാട്ടുകാർ. നന്നായതുകൊണ്ട് വയറ് നടത്തിയവരാണ് കമ്മിറ്റിക്കാർ. പുറത്ത് പറയണ്ട. ഓൻ നന്നവനാണ്. ഓൻ നല്ലോനായതുകൊണ്ടാണല്ലോ ഓൻ വയറ് നടത്തി. അപ്പോൾ ഇനി നന്നാവില്ല. കാരണം അവൻ ഓൾറെഡി നല്ലോനാണോ. അള്ളാന്റെ റസൂൽ വരുന്ന സമയത്ത് ഇവരൊരു പെൺകുട്ടികളെയും കൊല്ലൂല, കള്ളും കുടിക്കൂല, വലിയ സ്വർഗത്തേക്ക് ഇങ്ങനെ അർശിക്ക് നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ഒരുത്തൻ നന്നാവില്ല. കാരണം ഇവരെന്തറിഞ്ഞാലും അതൊക്കെ നമ്മൾ എന്ന് നിർത്തിയതാ. ഞങ്ങളോട് പറഞ്ഞു ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചു. ബദരീങ്ങൾ പിടിച്ചിരുന്നോളി വീണു. എന്ത് പറഞ്ഞു? പറയടാ, ബദർ യുദ്ധം കഴിഞ്ഞിട്ടും കുടിക്കാനുള്ളതാണ് എങ്ങായി. എന്ത് പറയട എങ്ങായി? എന്താ അവർക്കൊരു മടി? പറയട എങ്ങായി? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചോടെ എങ്ങായി? ആര്? മജ്‌ലിസിന്നൂർ ചെല്ലണ ബദരീങ്ങളെങ്ങായി? എനിക്ക് വിഷമം തോന്നുന്നുണ്ടോ? എന്നാ അടുത്ത ചെല്ലണ്ട, ഞാൻ ചെല്ലിക്കോളാം. ഞാൻ കള്ളുടിച്ച ബദരീങ്ങൾക്കായില്ല. എന്തുകൊണ്ട്? ഒരു മോശമാണെന്ന് അവർക്കറിയും. പിന്നെ കള്ളിൻ്റെ അകത്തിറങ്ങി ഒരു സ്വീകരിച്ചു. അന്ന് കള്ളും കഞ്ഞിയും തമ്മിൽ വ്യത്യാസമല്ല. മനസ്സിലായില്ലേ? കള്ള് കുടിക്കരുതേ എന്ന് പറഞ്ഞിട്ട് കുടിച്ചാണോ? അല്ല. അന്ന് കള്ളും കഞ്ഞിയും വ്യത്യാസമല്ല. അക്കാലത്ത് ആയത്തിറങ്ങിയിട്ടില്ല. ബദർ യുദ്ധം നടക്കുമ്പോൾ ആയത്തിറങ്ങിയിട്ടില്ല. എന്നാണ്ടേ ബദർ യുദ്ധം ഇതിന് മുമ്പ് തന്നെ ആയത്തണ്ട് ഇറക്കുക. കാരണം നീ ഇവരെ പറ്റി പിൽക്കാലത്ത് വയറന്മാർ വയറിഞ്ഞാൽ ഇവർക്കൊരു ഷെയ്മല്ലേ. അപ്പൊ ജിബ്രീലിനോട് എന്ത് ചെയ്ത്? ജിബ്രീലെ, ബദർ യുദ്ധം നാളെ നടക്കാൻ പോകുക, നിങ്ങൾ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് ആയത്ത് വേഗം കൊടുക്കി. എന്റെ ജിബ്രീലിന് ഓഫീസ് ഡ്യൂട്ടി തിരക്കായതുകൊണ്ടാണോ ആയത്ത് കൊടുക്കാഞ്ഞ്? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കുടിച്ചട കള്ള്. അവരാണ് ബദരീങ്ങൾ. അവരെക്കാൾ മഹാന്മാർ ലോകത്ത് ഇല്ല. ഈ മുത്തുനബിയുടെ ധാർമ്മികവൽക്കരണത്തിന് മുമ്പ് ഏറ്റവും വലിയ ചീത്തയിലാണ് അവരെങ്കിലും അവർ നന്നായി. എന്തുകൊണ്ട്? അവർ ചീത്തയിലായതുകൊണ്ട് നന്നായി. നമ്മൾ ചീത്തയിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് റമളാൻ കഴിഞ്ഞിട്ടും നന്നായില്ല. നമ്മൾ ശഅബാനിലും നല്ലോര് പറ, റമളാനിലും നല്ലോര്, ശവ്വാലിലും നല്ലോര്. പിന്നെ എന്തിനാന്നാണ്? നമുക്കൊരു കാര്യം കിട്ടി. ബഹുമാനപ്പെട്ട വത്തക്ക, നമ്മളെ നോമ്പിനെ വത്തക്ക നോമ്പ് എന്ന് പറയുന്നു. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഈ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവർക്കും എല്ലാ ഖൈറും റഹ്മത്തും ബറക്കത്തും ഇസ്സത്തും സലാമത്തും തുറന്നു കൊടുക്കണമേ റബ്ബേ. എല്ലാ നിലയിലും രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. ഞങ്ങളെയൊക്കെ രക്ഷങ്ങളൊക്കെ പാപികളും ദോഷികളുമാണ്. ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ബിബറക്കത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ دائما بدوام ملك الله. اللهم صل على سيدنا محمد في الأولين اللهم صل على سيدنا محمد في الآخرين اللهم صل على سيدنا محمد في الملأ الأعلى إلى يوم الدين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع وباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وأصحابه الأخيار. അല്ലാഹുവേ, ഞങ്ങളേറെ ദോഷികളാണ്. എത്ര റമളാൻ തന്നിട്ടും ഞങ്ങൾ നന്നായില്ല. വളരെ ദോഷികൾ, വളരെ മോശപ്പെട്ടു. പരിശുദ്ധനായ നീ, നിന്റെ ഖുദ്ദസായ റബ്ബേ, ഖുദ്ദൂസായ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ. നീ ഖുദ്ദൂസാണല്ലോ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ. നീ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. ഞങ്ങളുടെ നഫ്സിൻ്റെ ഉടമക്കാരൻ നീയാണല്ലോ റബ്ബേ. നഫ്സിനെ ശുദ്ധീകരിക്കുന്നു നീ ഒരാളും അല്ലേ റബ്ബേ. നിനക്കല്ലാത്തൊരാൾക്കും ഒന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ എല്ലാ സൽസ്വഭാവവും ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഏതൊക്കെ ദുസ്വഭാവമാണ് ഞങ്ങൾ നീക്കേണ്ടത് അതെല്ലാം നീ നീക്കി തരണമേ തമ്പുരാൻ. അല്ലാഹുവേ, ഈ മജ്‌ലിസിലുള്ള ആരൊക്കെ സിഹർ ബാധിച്ചവരുണ്ടോ ആ സിഹർ ഈ മജ്‌ലിസിൻ്റെ ഹക്ക് കൊണ്ട്, ഇവിടെ പങ്കെടുക്കാൻ സാധ്യതയുള്ള മഹാന്മാരെ ഹക്ക് കൊണ്ട് ആ സിഹർ ബാത്തിലാക്കണമേ റബ്ബേ. സിഹർ ബാത്തിലാക്കണമേ റബ്ബേ. കണ്ണീർ ബാത്തിലാക്കണമേ റബ്ബേ. നാവേർ ബാത്തിലാക്കണമേ റബ്ബേ. ശാപം ബാത്തിലാക്കണമേ റബ്ബേ. എല്ലാ പ്രയാസവും നീക്കണമേ റബ്ബേ. എല്ലാ ഖൈറിൻ്റെ വാതിലും തുറക്കണമേ റബ്ബേ. അല്ലാഹുവേ, പിശാച് ഞങ്ങളെ മേൽ അധികാരിയാക്കരുതേ റബ്ബേ. പിശാച് ഞങ്ങളെ മേൽ അധികാരിയാവുന്നതിനെ തൊട്ട് നീ കാത്തി രക്ഷിക്കണമേ റബ്ബേ. പിശാച് ഞങ്ങളെ മേൽ അധികാരിയാവുന്നതിനെ തൊട്ട് നീ കാത്തി രക്ഷിക്കണമേ റബ്ബേ. പിശാച് നിന്റെ ഒരൊറ്റ നോട്ടം നീ ഞങ്ങളെ നോക്കിയാൽ മതി. ലാ യഷ്ഖാ ബഅദഹാ അബദാ. നിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചത്തെക്കാൾ വിശാലമായ കാഴ്ചയുള്ള മുസ്തഫ റസൂലുള്ളാഹിയുടെ കണ്ണുകൊണ്ട് ആ റൗളത്തു ശരീഫയിൽ ഒരൊറ്റ വട്ടം ഞങ്ങളെ ഖൽബിലേക്ക് നോക്കിയാൽ സുമ്മ ലാ യഷ്ഖാ ബഅദഹാ അബദാ, ആ വ്യക്തി പിന്നെ ദോഷിയാവൂല എന്നല്ലേ. ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. നീ ഞങ്ങളെ നന്നാക്കണമേ റബ്ബേ. നിന്നെയും നിന്റെ ഹബീബിനെയും സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അതിരറ്റ പൂതിയാണ്. ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ.
ഏത് വാതിൽക്കൽ ചെന്നാലാണ് അതിന് കഴിയാന്നും ഞങ്ങൾക്കറിയൂല. നീ ഞങ്ങൾ നന്നാക്കി തരണമേ റബ്ബേ. നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരിൽ പെടുത്തണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ സ്വാലിഹാക്കി തരണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ ദുനിയാവും ആഖിറവും നിറച്ചിരണമേ റബ്ബേ. ദുനിയാവും നൽകണമേ റബ്ബേ, ആഖിറവും നൽകണമേ റബ്ബേ. ആരുടെ മുന്നിലും ഇസ്സത്തിലൂടെ നിൽക്കാൻ, നിന്റെ ഇസ്സത്ത് വെളിപ്പെടുത്താനുള്ള ആവശ്യമായ ദുനിയാവും അറ്റമില്ലാത്ത ആഖിറവും ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളൊക്കെ ഈ കൂട്ടത്തിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ റബ്ബേ. ദുന്യവിയും ഉഖ്റവിയുമായി രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ബുദ്ധിയുണ്ട്. രോഗിയായി ഒരു കാലത്ത് പങ്കെടുത്തിരുന്നവരാണ്, ഇപ്പോൾ രോഗിയായി വീട്ടിൽ കിടക്കുകയാണ്. അവർക്കൊക്കെ നീ പ്രത്യേക നോട്ടവും ശിഫായും നൽകണമേ റബ്ബേ. 2000 നവംബർ 5-ാം തീയതി തുടങ്ങിയ ക്ലാസ്സാണ്. ഇതിനിടയിൽ ആരൊക്കെ ഇതിൽ ഒരു വട്ടമെങ്കിലും ഹുസ്നുള്ളോടെ പങ്കെടുത്തോ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണമേ. പ്രത്യേകമായ നിന്റെ നോട്ടവും കൊടുക്കണമേ റബ്ബേ. അവരിൽ ആയിരക്കണക്കായ ആളുകൾ മരിച്ചു പോയിട്ട് അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. പ്രയാസങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. ഞങ്ങളെയും നല്ലവരായി മരിപ്പിക്കണമേ റബ്ബേ. നിന്റെ പൊരുത്തത്തിലാക്കണമേ റബ്ബേ. സ്വാലിഹാണെന്ന് പറയപ്പെടുന്ന വിധത്തിൽ മരിപ്പിക്കണമേ റബ്ബേ. നിന്റെ റിക്കാർഡിൽ ഞങ്ങളെ സ്വാലിഹാക്കി വെക്കണമേ റബ്ബേ. നീ ഞങ്ങൾക്ക് എല്ലാവിധ തൗഫീഖും നൽകണമേ റബ്ബേ. റബ്ബന അലൈക തവക്കൽന. ഞങ്ങളെ മരണം ഞങ്ങളെ സന്തോഷത്തിൻ്റെ ദിവസമാക്കണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളെ മരണം ഞങ്ങളെ സന്തോഷമാക്കണമേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ യാത്ര ഞങ്ങളെ മയ്യത്ത് കട്ടിലിൻ്റെ യാത്രയാക്കണമേ റബ്ബേ. ഞങ്ങളെ ഏറ്റവും ഹൈറായ വീട് ഞങ്ങളുടെ ഖബറാക്കി തരണമേ റബ്ബേ. ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം മുൻകറിന് കീറുമ്പോഴാക്കണമേ റബ്ബേ. സന്തോഷത്തിൽ അത് പൂർത്തിയാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, നമുക്ക് നൗമത്തുൽ അറൂസ്, പുതിയ അപ്ലയെ പോലെ ഉറങ്ങിക്കോന്ന് പറയപ്പെടുന്നവരിൽ ഞങ്ങൾ പെടുത്തണമേ റബ്ബേ. അല്ലാഹ്, നീ ഞങ്ങൾ സ്വീകരിക്കണമേ റബ്ബേ. നിന്നിലേക്ക് വിളിക്കുന്ന ദിവസം ഖുയൂലുൽ ഫാഖിറ, ഉന്നതമായ പ്രൗഢമായ കുതിരപ്പുറത്തേറി നിന്റെ മജ്‌ലിസിൽ നിന്റെ പരിശുദ്ധ മൗഖിഫിൽ വരാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. മുത്ത് റസൂൽ മുസ്തഫ തങ്ങളുടെ പരിശുദ്ധ കൗസറിൽ നിന്ന് ഞങ്ങളെ കുടിപ്പിക്കണമേ റബ്ബേ. അല്ലാഹ്, അവിടുത്തെ ശഫാഅത്തിലാക്കണമേ റബ്ബേ. അവിടുത്തെ ശഫാഅത്തിലാക്കണമേ, അവിടുത്തെ ശഫാഅത്തിലാക്കണമേ റബ്ബേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അവിടുത്തെ പരിശുദ്ധമായ ആ പിന്നാലെ ഫിർദൗസുൽ അലയിലേക്ക് നടക്കുന്നവരിലും ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. നിന്റെ റഹ്മത്ത് മാത്രം ആധാരമാക്കി തുടങ്ങിയ ക്ലാസ്സാണിത്. നിന്റെ റഹ്മത്ത് മരിക്കുന്നവരെ പറഞ്ഞാലും തീരാത്തത്ര റഹ്മത്തിൽ മരിക്കുന്നവരെ പറയാനും ആ റഹ്മത്ത് പറഞ്ഞ് മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണം. ഈ സദസ്സിൽ നിന്ന് എല്ലാവർക്കും അറ്റല്ലാത്ത റഹ്മത്ത് തരണമേ റബ്ബേ. ദുന്യവിയും ഉഖ്റവിയുമില്ല ആയ റഹ്മത്തുകൾ കൊണ്ടും നീ ഞങ്ങളെ മൂടണമേ റബ്ബേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹഖനാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ലിസണേഴ്സ് ഫോറത്തിലുമൊക്കെ എല്ലാവർക്കും എല്ലാ ഖൈറും നൽകണമേ റബ്ബേ. എല്ലാവരെയും എല്ലാ മുസീബത്ത് ആപത്തിനെ തൊട്ടും ഭയത്തെ തൊട്ടും കാത്തിരക്ഷിക്കണമേ റബ്ബേ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് വേണ്ടിയും മരിച്ചുപോയൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണേ. മരിച്ചുപോയൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണേ. മരിച്ചുപോയൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയും മരിച്ചുപോയൻ്റെ അമ്മായിമാർക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഉസ്താദ്മാർ പെട്ടെന്ന് ഖുത്ബക്കെത്തേണ്ട ആളുകൾക്ക് പെട്ടെന്ന് വന്ന് എന്നെ കണ്ടുപോകണം എന്നുള്ളവർ എന്നെ കണ്ടുപോകാം. പെട്ടെന്ന് ഖുത്ബക്ക് മറ്റും പോകേണ്ട ഉസ്താദ്മാർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.